ഏറ്റവും നേരെ നമ്മളോട് സംസാരിക്കുന്ന ഒരു വാക്യം, ഒറ്റ വാക്യമുള്ളൂ ബൈബിളിനകത്ത്. ദൈവ സാന്നിധ്യത്തെ കുറിച്ച് ദൈവം തന്നെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, അത് ഒറ്റ വാക്യമുള്ളൂ, വേറെ എങ്ങും ഒരു വാക്യമില്ല. ആ വാക്യം എക്സോഡസ് ചാപ്റ്റർ 33 വേഴ്സ് 14. പുറപ്പാട് പുസ്തകം 33 അധ്യായം 14 വാക്യത്തിലാണ് അത് എഴുതിയിരിക്കുന്നത്. അവിടെ ദൈവം തന്നെ പറയുക, മോശയോട് പറയുക, my presence will go with you and I will give you rest. എന്റെ സാന്നിധ്യം നിന്നോടൊപ്പം തന്നെ നടക്കും, ഞാൻ നിനക്ക് വിശ്രമം നൽകും, അല്ലെങ്കിൽ I will give you rest. I will give you rest. അപ്പോൾ മലയാളത്തിലുള്ള വാക്യങ്ങൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ അത് മലയാളം വാക്യം വായിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പൊ നിങ്ങൾ അത് വായിച്ചോ, കുഴപ്പമില്ല. ഈ ദൈവ സാന്നിധ്യത്തെ കുറിച്ച് നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രത്യേകമായി നമ്മുടെ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലുള്ള ദൈവ സാന്നിധ്യത്തെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ഇച്ചിരി ഡിഫറെന്റാണ്, മനസ്സിലാക്കാൻ ഇച്ചിരി ഡിഫറെന്റാണ്. ശ്രദ്ധിച്ചേ, ദൈവ സാന്നിധ്യത്തിന്റെ കുറിച്ച് ഞാൻ ഇന്ന് സംസാരിക്കുമ്പോൾ അതിനെ രണ്ടായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യാൻ പോവാം. ഈ സബ്ജക്റ്റിനെ രണ്ടായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യും. ഒന്ന്, ദ ക്രോണോളജി ഓഫ് പ്രസൻസ് ഓഫ് ലോർഡ്, അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തിന്റെ ദൈവവചനത്തിലുള്ള ക്രമത്തെ ഒന്ന് നമ്മൾ പഠിക്കും. ഒന്ന്. രണ്ട്, ദ കെമിസ്ട്രി ഓഫ് ഗാഡ്സ് പ്രസൻസ്, അല്ലെങ്കിൽ ഈ ദൈവ സാന്നിധ്യത്തിന്റെ ശാസ്ത്രം എന്താ, അതിന്റെ ശാസ്ത്രം എന്തുവാ, അല്ലെങ്കിൽ ഈ സാന്നിധ്യം എന്ത് ചെയ്യാൻ പറ്റും, എന്താ ഈ സാന്നിധ്യം വന്നാൽ മനുഷ്യനെ എന്താക്കി മാറ്റും. അപ്പൊ രണ്ടാമത്തെ ഭാഗം അതായിരിക്കും. അപ്പൊ രണ്ട് രീതി നമ്മൾ ഇത് പഠിക്കും. കാരണം ദൈവ സാന്നിധ്യത്തിന്റെ പൂർണ്ണമായ ഒരു ചിത്രം നമുക്ക് നമ്മുടെ മുമ്പിൽ വേണമെങ്കിൽ ഈ രണ്ട് കാര്യം പഠിച്ചേ പറ്റും. അപ്പോൾ ദൈവവചനത്തിൽ 66 പുസ്തകത്തിനകത്തു നിന്നാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. ശ്രദ്ധിച്ചേ, ദൈവ സാന്നിധ്യം 66 പുസ്തകത്തിൽ ഒതുങ്ങുന്നത് മാത്രമല്ല, നമുക്ക് പരിചയപ്പെടുത്തുവാനും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള 66 പുസ്തകമേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ. പക്ഷെ ദൈവ സാന്നിധ്യം അതിനേക്കാട്ട് ഒത്തിരി വലുതാണ്. പക്ഷെ നമ്മുടെ ബുദ്ധിയിൽ നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള തെളിവുകളാണ് നമ്മൾ ഈ പുസ്തകത്തിനകത്ത് തിരയുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവ സാന്നിധ്യത്തെ രണ്ടായിട്ട് പഠിക്കാം. ഒന്ന്, ദ ക്രോണോളജി ഓഫ് ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്, അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തിന്റെ ക്രമം. ഇനി ആ ക്രമം ഒന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇതിനെ ഞാൻ ആദ്യം വായിച്ച വാക്യം നമുക്ക് അത് നിങ്ങളുടെ ഓർമ്മയിൽ വെക്കുക. അത് നമ്മൾ അവസാനത്തേക്ക് നമ്മൾ ആ വാക്യത്തിൽ നമ്മൾ തിരിച്ചു വരും, പക്ഷെ ആ വാക്യം വരുന്ന മുമ്പേ തന്നെ ദൈവ സാന്നിധ്യത്തെ നമുക്കൊന്ന് ദൈവവചനത്തെ കൂടി നോക്കാം. നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ പഠനത്തിൽ ഒത്തിരി വാക്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറയുന്നേക്കാൾ ഉപരിയായി പറയാൻ പറ്റും. പക്ഷെ ഞാൻ നമ്മുടെ ഇന്നത്തെ ദൈവവചന ശുശ്രൂഷയിൽ 8 ക്രോണോളജിക്കൽ ഓർഡർ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കാൻ പോവാം. ഓക്കെ, ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം ദൈവ സാന്നിധ്യത്തെ പരിചയപ്പെടുത്തുന്ന വാക്യം ഉൽപ്പത്തി പുസ്തകം 1 അധ്യായം 1 വാക്യം തന്നെയാണ്. ഉൽപ്പത്തി പുസ്തകം 1 അധ്യായം 1 വാക്യം. അതിനെ ഞാൻ പറയുന്നത് ദ ക്രിയേഷൻ എക്സ്പീരിയൻസ് പറയും. അപ്പോൾ നിങ്ങൾ അത് എഴുതുവാണെങ്കിൽ അതിന്റെ ഒരു ഹെഡിങ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് ക്രിയേഷൻ എക്സ്പീരിയൻസ്, പ്രസൻസ് ഓഫ് ഗാഡ് ഇൻ ക്രിയേഷൻ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ സൃഷ്ടിയിലുള്ള ദൈവ സാന്നിധ്യം. എന്താ ആ വാക്യത്തിൽ എഴുതിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? In the beginning God created heavens and the earth, and the earth was without form and void, and darkness was on the face of the deep, and the Spirit of God was hovering over the face of water. അല്ലെ? ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഈ ഭൂമി പാഴും ശൂന്യമായിരുന്നു, ഇരുട്ട് അതിന്റെ മേൽ വ്യാപരിച്ചുകൊണ്ടിരുന്നു. ഏറ്റവും വലിയ കാര്യം അവിടെ എഴുതിയിരിക്കുന്നത് ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ ഇറ്റ് വാസ് ഹോവറിംഗ് ഓവർ. ഈ ഹോവറിംഗ് എന്നുള്ള നമുക്കറിയാമല്ലോ, ഉൽപ്പത്തി പുസ്തകം അതൊക്കെ എബ്രായ ഭാഷയില ഇച്ചിരി കൂടി ക്ലാരിറ്റി കിട്ടുന്ന. ഹോവറിംഗ് എന്നുള്ള ക്ലാരിറ്റി എന്ന് പറയുമ്പോൾ the spirit of the Lord was over them, present over them, his presence was moving around and over the water. അല്ലെങ്കിൽ ജലത്തിന്റെ മുമ്പിൽ, വെള്ളത്തിന്റെ ആ മുകളിൽ ആത്മാവിന്റെ ആ പ്രസൻസിനെ കാണാൻ പറ്റും. അപ്പോൾ വേദപുസ്തകം ആരംഭിക്കുന്നത് തന്നെ
ദൈവത്തിന്റെ പ്രസൻസും ഉണ്ട്. അവസാനിക്കുന്നതും ദൈവത്തിന്റെ പ്രസൻസും തന്നെയാണ്. അപ്പോൾ പ്രസൻസ് എന്നുള്ള സബ്ജക്റ്റ് നമ്മൾ ജസ്റ്റ് ഒരു പാട്ട് പാടുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും വികാരത്തിൽ നമ്മൾ ഉണ്ടാകുന്ന ഒരു അനുഭവം മാത്രമല്ല പ്രസൻസ്. അതിനെക്കാട്ടും ഇരട്ടി മടങ്ങ് വേറെ അനുഭവങ്ങളുണ്ട്. അതിലേക്കാണ് നമ്മൾ ഒന്ന് ഡൈവ് ചെയ്യാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. ശ്രദ്ധിച്ചേ, ഈ പ്രസൻസ് ആദ്യം കാണിക്കുന്ന ഒരു ഭാഗമാണ് ഞാൻ ഫസ്റ്റ് എക്സ്പീരിയൻസ് പറഞ്ഞത്. ഇതിനു മുമ്പിൽ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ പഠിച്ച ചില തെറ്റായ കാര്യങ്ങൾ അൺലേണും ചെയ്യണം. സി, ഫോർ എ ഗുഡ് ലേണിംഗ് യു ഹാവ് ടു അൺലേൺ സർട്ടൻ തിങ്സ്. നമ്മൾ എല്ലാവരുടെ ജീവിതത്തിൽ മനസ്സിലാക്കണം ചില കാര്യം നമ്മൾ അൺലേൺ ചെയ്തു. നമ്മുടെയൊക്കെ ചില ചിന്തകൾ, അല്ലെങ്കിൽ ഞാൻ മിക്കവാറും നമ്മുടെ ഈ ശുശ്രൂഷ കാലഘട്ടത്തിൽ കണ്ട ഒരു ഭാഗം, ഒരു നല്ല ഭൂരിപക്ഷം ആൾക്കാരും ദൈവവചന പഠനമില്ലാത്ത ഒരു നല്ല ഭൂരിപക്ഷം ആൾക്കാരും ചിന്തിക്കുന്നത് ദൈവ സാന്നിധ്യം അങ്ങോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ വേറൊരാളായി മാറുന്ന ചിലരുടെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ നമ്മളൊരു സൂപ്പർമാൻ ആയി മാറും, ഒരു സ്പൈഡർമാൻ ആയി മാറും, ഒരു ഹീമാൻ ആയി മാറും. ഇതുപോലത്തെ ഒരു ചിന്തയാ. വേദപുസ്തകം അങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നില്ല. നമ്മളെ അങ്ങനെ പഠിപ്പിക്കുന്നതില്ല ഈ വേദപുസ്തകം. പക്ഷേ നമ്മുടെ ഉള്ളിൽ ചില കാര്യങ്ങൾ നടക്കും ദൈവ സാന്നിധ്യം കൊണ്ട്. അതാ ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, പ്രസൻസിനെ കുറിച്ച് മനസ്സിലാക്കുക. വേദപുസ്തകം പ്രസൻസിനെ പഠിപ്പിക്കുന്നതും പരിചയപ്പെടുത്തുന്നതും ക്രിയേഷനാണ്. ഫസ്റ്റ് എക്സ്പീരിയൻസ് വാസ് എ ക്രിയേഷൻ എക്സ്പീരിയൻസ്. ആ ഒരു പ്രസൻസ് അങ്ങോട്ട് വെള്ളത്തിന് മീതെ വന്നതിന് ശേഷമാ നമ്മൾ സൃഷ്ടിയുടെ ആരംഭം തന്നെ എല്ലാം കാണുന്നത്. സൃഷ്ടിയുടെ സകല കാര്യങ്ങൾ നമ്മൾ മുമ്പോട്ട് കാണുന്നത്. ഇന്ന് രാത്രിയിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കളെ ഒരു കാര്യം മനസ്സിലാക്കാം. പാഴും ശൂന്യമായിരിക്കുന്നതിന്റെ മുകളിൽ ദൈവ സാന്നിധ്യം വരുമ്പോൾ പാഴും ശൂന്യമായിരിക്കുന്ന പലതിനെയും, ഷേപ്പില്ലാത്ത പലതിനെയും ഷേപ്പ് കൊടുക്കുവാൻ, രൂപമില്ലാത്ത പലതിനെയും രൂപം കൊടുക്കുവാൻ, ഹല്ലേലൂയ, ജീവിതത്തിൽ ലക്ഷ്യമില്ലാത്ത പലതിനെയും ലക്ഷ്യം കൊടുക്കുവാൻ ദൈവ സാന്നിധ്യത്തിന് പറ്റുമെന്ന് ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന്റെ വചനത്തിൽ കൂടി വിളിച്ചു പറയുമ്പോൾ എത്ര പേർക്ക് ഇന്ന് വിശ്വസിക്കാൻ പറ്റും? പാഴും ശൂന്യമായ അവസ്ഥകളെ മാറ്റി, ഹല്ലേലൂയ, എല്ലാവിധമായ ഷേപ്പ്ലെസ് കാര്യത്തിനെ ഷേപ്പിലേക്ക് കൊണ്ടുവരാൻ, ക്രമത്തിലില്ലാത്തതിനെ ക്രമത്തിലേക്ക് കൊണ്ടുവരുവാൻ, നേരിട്ട് നടക്കാത്ത കാര്യത്തെ നടത്തുവാൻ, ഇത് നടക്കത്തില്ല, സൃഷ്ടി ഉണ്ടാകത്തില്ല, ഇതിനകത്തൊരു ജീവൻ ഉണ്ടാകത്തില്ല എന്ന് പറയുന്നിടത്ത് ജീവൻ പകരുവാൻ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് പറ്റുമെന്ന് ഇന്ന് രാത്രി വചനത്തിൽ കൂടി പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്ന ദൈവമക്കൾ ആ കരങ്ങൾ ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. സീ, പാടും അവിടെ എഴുതിക്കുന്ന വാക്യത്തിന് വളരെ ഇമ്പോർട്ടന്റ് ഉണ്ട്. Berith bara Elohim, in the beginning God, in the beginning God. Berith bara Elohim എന്ന് പറയുമ്പോൾ in the beginning God എന്ന് പറയുമ്പോൾ ഈ മക്കളെ അതിന്റെ ഒരു ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ഫീച്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പറയാം, പാഴും ശൂന്യമായിരിക്കുന്ന സ്ഥലത്ത് വെള്ളത്തിന് ഷേപ്പ് ഇല്ലാതെ കിടക്കുമ്പോൾ അതിനെ മുകളിൽ പരിവർത്തിച്ച ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം കൊണ്ടാ ബാക്കി കാര്യങ്ങൾ നടക്കുന്നത്. ഇത് ജീവിതത്തിന്റെ അനുഭവത്തെ കുറിച്ചും കൂടിയാ പറയുന്നത്. ഇന്ന് രാത്രിയിൽ ആർക്കെങ്കിലും ഒരു ചിന്തയുണ്ട്, കർത്താവേ, ഞാൻ കടന്നു പോകുന്ന സാഹചര്യം എനിക്കറിയത്തില്ല, എത്തും പിടിമില്ലാത്ത രീതിയിലാണ് പോകുന്നത്, ഇത് എന്തായി മാറുമെന്ന് അറിയത്തില്ല, ഒരു ഷേപ്പ് കാണുന്നില്ല, ഒരു സൈസ് കാണുന്നില്ല, ഒരു ക്രമം കാണുന്നില്ല. ദൈവത്തിന്റെ ആത്മാ പറയുക, ഒറ്റ കാര്യം കിട്ടിയാൽ മതി. ഇന്ന് രാത്രി പ്രാർത്ഥന, കർത്താവേ, എനിക്ക് ക്രമം എന്താണെന്ന് മനസ്സിലാകാതിരിക്കുമ്പോൾ, നടക്കാൻ പോകുന്ന എന്താണെന്ന് മനസ്സിലാകാതിരിക്കുമ്പോൾ, ചെയ്യേണ്ടി എന്താണെന്ന് എനിക്ക് അറിയാതിരിക്കുമ്പോൾ, കർത്താവേ, നിൻ സാന്നിധ്യം മതി എന്നുള്ള പാട്ട് മാത്രമല്ല, അത് അനുഭവത്തോട് ആത്മാർത്ഥതയോട് ഹൃദയം തുറന്ന് ഇന്ന് രാത്രി പറയാമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയുക, ഞാൻ പാഴും ശൂന്യം എന്നുള്ള സ്ഥലത്ത് പോലെ ഇറങ്ങിയിട്ട് അതിന് ഷേപ്പ് കൊടുത്ത് പകലും രാത്രിയും മാറ്റാൻ പറ്റുമെങ്കിൽ, ലാൻഡും വാട്ടറും മാറ്റാൻ പറ്റുമെങ്കിൽ, ഇല്ലാത്തടത്ത് സൂര്യനെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ, ഇല്ലാത്തടത്ത് ചന്ദ്രനെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ, ഹല്ലേലൂയ, ഭൂമിയിൽ മുളയ്ക്കുന്ന സകല വിധമായ പ്ലാന്റ്സിനെയും ആനിമൽസിനെയും ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ, മനുഷ്യനെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ, ഇന്ന് രാത്രിയിൽ ചിലരെ നോക്കി വിരൽ ചൂണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയുക, ഇല്ലാത്തടത്ത് ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ എന്റെ സാന്നിധ്യത്തിന് സാധിക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റും. ദൈവത്തെ സ്തോത്രം. ദൈവവചനത്തിന്റെ
ആഴത്തിൽ ഇറങ്ങി അതൊന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഒന്ന് ദൈവത്തെ സ്തോത്രം ചെയ്തു വന്ന. ആമേൻ. അപ്പോൾ ക്രോണോളജി മനസ്സിലാക്കണം. ക്രോണോളജി തന്നെ ദൈവ സാന്നിധ്യത്തിന്റെ ക്രോണോളജി സ്റ്റാർട്ട് ആകുന്ന അത്ഭുതം കൊണ്ടാണ്. അത്ഭുതം കൊണ്ട് ദൈവ സാന്നിധ്യം അത്ഭുതങ്ങളുടെ സംഭവമാണ്. ആമേൻ. ഇനി സമയമില്ലാത്തതും എനിക്ക് ഇത് മൊത്തം തീർക്കാനുള്ളത് കൊണ്ട് ഞാൻ മുൻപോട്ട് വേഗം പോകുക കേട്ടോ. ഇനി രണ്ടാമത്തെ ദൈവ സാന്നിധ്യം നമ്മൾ അവിടെ കാണുമ്പോൾ അടുത്ത രണ്ടാമത്തെ ദൈവ സാന്നിധ്യം നമ്മൾ കാണുന്നത് ഗാർഡൻ ഓഫ് ഈഡനില. അതിനെ ഞാൻ സെക്കൻഡ് ഗാർഡൻ എക്സ്പീരിയൻസ് എന്ന് പറയും. ക്രിയേഷൻ എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് ഗാർഡൻ എക്സ്പീരിയൻസ്. ശ്രദ്ധിച്ചേ, ഗാർഡൻ ഓഫ് ഈഡൻ, ഏദൻ പൂങ്കാവിൽ, ഏദൻ തോട്ടത്തിൽ ആദമിനെയും ഹവ്വയും ദൈവം സൃഷ്ടിച്ചതിന് ശേഷം ആദമും ഹവ്വയും അനുഭവിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു. പ്രഭാതത്തിലും ഈവനിങ്ങിലും ദൈവമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ട്, ദൈവത്തോടുള്ള സംസർഗമുണ്ട്, ഒരു നടപ്പുണ്ട്, ഒരു ചിന്ത, സംസാരമൊക്കെ, ഒരു ഡിസ്കഷൻ ഉണ്ട്. ഈ ഡിസ്കഷന്റെ ഫലമായി ശ്രദ്ധിച്ചേ, ഈവൻ സാത്താൻ ഹവ്വയെ കവളിച്ചപ്പോൾ, ആദമും ഹവ്വയും പാപം ചെയ്തു, അവരെ തെറ്റ് ചെയ്തപ്പോഴും അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് മാറ്റുമ്പോഴും ശ്രദ്ധിച്ചേ, ദൈവ സാന്നിധ്യത്തിന് ഒരു കവറിങ്. ശ്രദ്ധിച്ചേ, പാപം ചെയ്ത ആദമിനെയും ഹവ്വയും വെറുതെ അല്ല വിട്ടത്, ഒരു സാന്നിധ്യം ചെയ്ത എന്താന്ന് ചോദിച്ചാൽ അവർക്കൊരു കവറിങ് കൊടുത്താ വിട്ടത്. കവറിങ് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ ഒരു റെസ്റ്റോറേഷൻ പ്രോമിസും കൊടുത്താ വിട്ടത്. ശ്രദ്ധിച്ചേ, ക്രിയേഷനകത്ത് റെസ്റ്റോറേഷൻ ഉണ്ട്, കവറിങ് ഉണ്ട്. ദൈവ സാന്നിധ്യം എന്ന് പറയുമ്പോൾ ദൈവമക്കളെ, നമ്മൾ സകലത്തെ ഉളവാക്കുന്നത് മാത്രമല്ല, ജീവിതത്തിൽ പതർച്ചകൾ വരുമ്പോൾ, ജീവിതത്തിൽ വീഴ്ചകൾ വരുമ്പോൾ തള്ളിക്കളയുന്ന സാന്നിധ്യമല്ല ദൈവ സാന്നിധ്യം. അല്പം പ്രയാസങ്ങൾ, അല്പം തളർച്ചകൾ, അല്പം വീഴ്ചകൾ സംഭവിക്കുമ്പോൾ കോരിയെടുത്തണച്ച് ഉള്ളതിനെ നഷ്ടപ്പെടാതെ വീണ്ടും നിന്നെ കവർ ചെയ്തിട്ട് നിന്റെ മേൽ ഒരു ദൈവ സാന്നിധ്യത്തിന്റെ മറവ് വെച്ചിട്ട് നിന്നെ പരിപാലിക്കുകയും, അത് മാത്രമല്ല ജീവിതത്തിൽ നിന്റെ അതിവിദൂരമില്ലാത്ത ഒരു വേഗത്തിൽ ഒരു റെസ്റ്റോറേഷന്റെ പ്രോമിസും നൽകി തരുന്നത് ആ ദൈവ സാന്നിധ്യം. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? നമ്മൾ ആരും നിന്നതല്ലായിരുന്നു, നിർത്തിയതാ ദൈവം. നമ്മൾ ആരുടെയും കഴിവ് കൊണ്ടല്ല നമ്മളൊക്കെ നിന്നത്. നമ്മളൊക്കെ ഉപദേശത്തിൽ ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ടും വിശ്വാസത്തിലും വിശുദ്ധിയിലും അങ്ങ് അറ്റത്തിലായതും കൊണ്ടൊന്നും അല്ല നിന്നത്. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ മിഥ്യാധാരണയാ. ദൈവവചനം പറയുന്നുണ്ട്, സകലരും പാപം ചെയ്തു, എല്ലാവരും ദൈവ തേജസ് നഷ്ടപ്പെട്ടതാ. അങ്ങനെ നമ്മൾ ആരും വലിയ മിടുക്കന്മാരൊന്നും അല്ല. ദൈവം നിർത്തിയത് കൊണ്ട് മാത്രം നിന്നതാ. അവന്റെ സാന്നിധ്യം നിർത്തിയനായ ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ഹല്ലേലൂയ. ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയപ്പോഴും സാന്നിധ്യം ആദമിനെയും ഹവ്വയും പുറത്തൊന്നും ആക്കിയില്ല കേട്ടോ. സാന്നിധ്യത്തിന്റെ ആ പ്രോമിസുമായിട്ട് ആദമും ഹവ്വയും അതിനകത്തുനിന്ന് പുറത്തിറക്കുന്നത്. ഞാൻ പറയട്ടെ, ഞാൻ ഇത് എന്തുകൊണ്ട് പറയുന്നത് പറയാം. ചിലരൊക്കെ നമ്മളൊക്കെ സ്പെഷ്യലി ശുശ്രൂഷകന്മാരുടെ നമ്മുടെ നടപ്പും നമ്മുടെ വേഷധാരണകളും നമ്മുടെ വാക്കുകളും നമ്മുടെ ഘനത്തിലുള്ള വാക്കുകളൊക്കെ കാണുമ്പോൾ ചില വിശ്വാസികൾക്കൊക്കെ ചിന്തയുണ്ട്, അയ്യോ ഇവരൊക്കെ വീഴാതെ എങ്ങനെ നിൽക്കുന്നവരാ, ഇവരൊക്കെ ഒട്ടും തെറ്റ് ചെയ്യാതെ അങ്ങ് വിശുദ്ധി അങ്ങ് കൊമ്പത്ത് നിൽക്കുന്ന ദൈവമക്കളെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നത് പോലുള്ള വീഴ്ചകൾ, താഴ്ചകൾ എല്ലാ ദൈവദാസന്മാർക്കും ഞങ്ങൾക്കും ഉണ്ടാകാറുണ്ട്, നിങ്ങൾക്കും ഉണ്ടാകാറുണ്ട്. പക്ഷെ നിർത്തുന്നത് ദൈവത്തിന്റെ കൃപയാണെന്ന് വിശ്വസിക്കാം. ദൈവമക്കളെ, ദൈവത്തെ സ്തോത്രം ചെയ്തിട്ടെ. ഹല്ലേലൂയ. നമുക്കൊക്കെ ചിലരോടൊക്കെ സംസാരിക്കണമെന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ? അടുത്തുകൂടാത്ത വിശുദ്ധിയിൽ വസിക്കുന്ന പോലൊക്കെ ചിലരൊക്കെ സംസാരിക്കത്തില്ല, അടുക്കത്തില്ല. അവരൊക്കെ അങ്ങ് അടുത്തുകൂടാത്ത വിശുദ്ധിയിൽ അങ്ങ് നിൽക്കുമല്ലേ? അപ്പം അവരോടൊക്കെ ഞാൻ നിങ്ങളെ സാധാ വിശ്വാസികൾ പറയാം, ഇതൊക്കെ വെറും പ്രഹസനങ്ങൾ മാത്രമേ ഉള്ളൂ ദൈവമക്കളെ. നമുക്കെല്ലാവരും മനുഷ്യരാ, നമ്മളെല്ലാവർക്കും വീഴ്ചകളുണ്ട്, നമുക്കെല്ലാവർക്കും താഴ്ചകളുണ്ട്. പക്ഷെ നിർത്തുന്ന ദൈവ സാന്നിധ്യമാ, കവർ ചെയ്ത് നിർത്തുന്ന ദൈവ സാന്നിധ്യം. അങ്ങനെ വിശ്വസിക്കുന്നവരാണെങ്കിൽ ആ കരങ്ങൾ ഉയർത്തുന്ന സ്തോത്രം ചെയ്തേ. ഞാൻ ഇത് പറയുമ്പോൾ വേറെ കാര്യം ഇന്നത്തെ പറയാൻ എനിക്കൊരു കാര്യം കൂടിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ ലൈവിനകത്ത് ഇപ്പോൾ ഞാൻ കാണുന്ന ഡിവൈസിനകത്ത് നിങ്ങളെ എത്ര പേരുണ്ടെന്ന് എല്ലാം കൊണ്ട് നമുക്ക് അറിയാമല്ലോ. ഇത്രയും പേർ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇതിനകത്ത് വീണവരുണ്ട്, ഇതിനകത്ത് പരാജയപ്പെട്ടു പോയവരുണ്ട്, അല്പം തളർച്ചയും തകർച്ചയും പറ്റിയവരുണ്ട്. നിങ്ങളോടാ ഞാൻ ഈ
ക്രിയേഷൻ എക്സ്പീരിയൻസ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദമിനെയും ഹവ്വയും ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല. അവർ പാപം ചെയ്തു, അവർ വീണുപോയെങ്കിലും അവർക്ക് വേണ്ടി റെസ്റ്റോറേഷന്റെ പ്രോമിസുമായിട്ട് ഇറങ്ങിയ ദൈവത്തിന്റെ കമ്പാഷനേറ്റ് ഹാൻഡ്, അവന്റെ ദയാദൃഷ്ടി, അവന്റെ ദയയുടെ കരം ഇന്ന് രാത്രിയിലും പ്രവർത്തിക്കുന്നുണ്ട്. സഹോദര, നീ തളർന്നു പോകേണ്ട ആവശ്യമില്ല. നീ വീണുപോയി എന്ന് പറഞ്ഞിട്ട് ഇനിയും എനിക്ക് ഉയരാൻ പറ്റത്തില്ല, എല്ലാം നഷ്ടപ്പെട്ടു, ഇനി എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് നീ പറയുവാണെങ്കിൽ ക്രിയേഷൻ എക്സ്പീരിയൻസിന്റെ സാന്നിധ്യം പറയുക അല്ല. ക്രിയേഷൻ എക്സ്പീരിയൻസ് ഒരിക്കൽ നിന്നെ സൃഷ്ടിച്ച ദൈവം പിന്നെ നീ വീഴാതെ കാത്തു സൂക്ഷിക്കുവാനും ശക്തനായ ദൈവമാ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ നീ ദൈവത്തിന്റെ സൃഷ്ടിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിന്നെ സസ്റ്റെയിൻ ചെയ്യും എന്നും കൂടി വിശ്വസിക്കുക. നിന്നെ സസ്റ്റെയിൻ ചെയ്യും. ആമീൻ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യാൻ പറ്റുമോ ദൈവമക്കൾ? ഹല്ലേലൂയ. ഞാൻ ഈ റൂമിനകത്തിരിക്കുമ്പോൾ തന്നെ ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എനിക്ക് എന്റെ ഹൃദയം അങ്ങനെ ഇരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി എന്റെ ഹൃദയം ഞാൻ പകരുക ദൈവമക്കളെ. ഹല്ലേലൂയ. നിങ്ങളെ നടത്തുവാൻ ശക്തനായ ദൈവമാണ്. അങ്ങനെ സെക്കൻഡ് എക്സ്പീരിയൻസും അങ്ങോട്ട് നടന്നു. ഇനി ആ ഏദൻ തോട്ടം കഴിയുമ്പോഴത്തേക്ക് ഒത്തിരി അടുത്ത ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് ഒത്തിരി പഠിക്കാൻ പറ്റും. പക്ഷെ ഞാൻ എന്റെ ക്രോണോളജി, എന്റെ പഠനത്തിലുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. മൂന്നാമത്തെ ഞാൻ കാണുന്നത് മരുഭൂമിയിലുള്ള ഒരു എക്സ്പീരിയൻസാണ്. മരുഭൂമിയിലുള്ള എക്സ്പീരിയൻസ് ആർക്കാണെന്നറിയാം? മോശയ്ക്കുള്ള എക്സ്പീരിയൻസാണ്. അതിനെ ഞാൻ പറയും വിൽഡർനെസ് എക്സ്പീരിയൻസ് പറയും. അപ്പോൾ ക്രിയേഷൻ എക്സ്പീരിയൻസ് കഴിഞ്ഞ് ഗാർഡൻ എക്സ്പീരിയൻസ് ആയി. ഗാർഡൻ എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് വിൽഡർനെസ് എക്സ്പീരിയൻസ്. നമുക്ക് മോശയെ കുറിച്ച് അറിയുന്നത്, മോശ ഈ വാക്യങ്ങളൊക്കെ എടുത്തു പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്ന വാക്യങ്ങളാണ് അല്ലെ. മോശ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് ഒരു ബേണിംഗ് ബുഷ്, ഒരു മുൾപ്പടപ്പിൽ കാണുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ബേണിംഗ് ബുഷിൽ കാണുന്ന ദൈവ സാന്നിധ്യം ശ്രദ്ധിച്ചേ. ലക്ഷ്യബോധമില്ലാതെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന ഒരു വേളയിൽ ലക്ഷ്യത്തിലേക്ക് നയിക്കുവാൻ ഇറങ്ങുന്ന ഒരു ദൈവ സാന്നിധ്യം. ഈ പ്രസൻസ് എന്ന് പറയുന്നത് ഈ മക്കളെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ ഒരു മസിൽ മാൻ ആക്കുവാനും സിക്സ് പാക്ക് മാൻ ആയി ഹീമാൻ ആക്കുവാനും ഒന്നുമല്ല. നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട് നമ്മളെ ദൈവത്തിന്റെ വഴിയിലേക്ക് നയിക്കുവാൻ വേണ്ടി മാത്രം വരുന്നത് ആ ദൈവത്തിന്റെ പ്രസൻസ്. ഒരിക്കൽ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, 2 സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, 3 ഗൈഡ് ചെയ്യുന്നതാ ദൈവത്തിന്റെ സാന്നിധ്യം. ശ്രദ്ധിച്ച്, മോശയ്ക്ക് അറിയത്തില്ല മോശ എന്തും കൊണ്ടായി വിൽഡർനെസ് മരുഭൂമിയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. മോശ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് അമ്മായിയപ്പന്റെ ആടുകളെ ഒക്കെ നോക്കി കറങ്ങി ലക്ഷ്യബോധമില്ലാതെ ലക്ഷ്യം തെറ്റി നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ദൈവത്തിന്റെ പ്രസൻസ് അങ്ങോട്ട് ഇറങ്ങുന്നത്. ദൈവത്തിന്റെ പ്രസൻസ് ഇറങ്ങിയാൽ ലക്ഷ്യം ഡിറക്ഷൻ നൽകും. ഞാനിത് പറയുമ്പോൾ തന്നെ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ദൈവവചനത്തെ നമുക്കൊന്ന് ഇന്റർപ്രറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ സിമ്പിൾ മീനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നും ലക്ഷ്യമില്ലാതെ മുൻപോട്ട് ഡിറക്ഷൻ ഇല്ല. എങ്ങനെ മുൻപോട്ട് പോകണം, മിനിസ്ട്രി എങ്ങനെ മുൻപോട്ട് പോകണം, ജോലിക്ക് എങ്ങനെ മുൻപോട്ട് പോകണം, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിന്റെ അടുത്ത സ്റ്റെപ്പ് എന്തായി തീരണം എന്ന് ഒരു ഡിറക്ഷൻ, ഒരു ക്ലൂ ഇല്ലാതെ പോകുന്ന വ്യക്തികളോട് ദൈവത്തിന് ആത്മാ പറയുക, പ്രസൻസ് ഓഫ് ലോർഡ് will give you a clear cut direction. Amen. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അങ്ങനെ അനുഭവിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അക്കരങ്ങൾ ഉയർത്തുന്ന സ്തോത്രം ചെയ്യാൻ പറ്റുമോ? പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ജീവിതത്തിൽ ഒത്തിരി നാളത്തെ എന്റെ എക്സ്പീരിയൻസ് പറയുമ്പോൾ ഒത്തിരി ഏറെ എക്സ്പീരിയൻസ് ഒന്നും ആയിട്ടില്ല. പക്ഷെ 29 years ഓഫ് ഫുൾ ടൈം മിനിസ്ട്രി, 29 years ഓഫ് ഫുൾ ടൈം മിനിസ്ട്രിയില് ആസ് എ പാസ്റ്റർ ഞാൻ പല പ്രാവശ്യവും ഈ ഒരു മൂവ്മെന്റ് വന്ന് സ്റ്റക്ക് ആയിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് അറിയാൻ വയ്യാതെ വിഷമിച്ച സമയങ്ങളുണ്ട്. എനിക്കറിയത്തില്ല അടുത്ത എനിക്ക് എന്റെ സഭയോട് ബന്ധപ്പെട്ട എടുക്കേണ്ട ചില തീരുമാനങ്ങൾ, കുടുംബത്തോട് ബന്ധപ്പെട്ട് എടുക്കുന്ന ചില തീരുമാനങ്ങൾ, അല്ലെങ്കിൽ ട്രാൻസ്ഫറിനോട്, അല്ലെങ്കിൽ ഒരു മാറ്റം, അല്ലെങ്കിൽ ശുശ്രൂഷയിലുള്ള ഒരു മാറ്റത്തിലുള്ള തീരുമാനങ്ങൾ, അതല്ല കുഞ്ഞുങ്ങളുടെ വിഷയത്തിലുള്ള തീരുമാനങ്ങൾ. ഈ തീരുമാനത്തിന് മുമ്പിൽ എടുക്കുമ്പോൾ കൺഫ്യൂസ് ആയ സമയങ്ങളുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായി തീരും എന്നുള്ള സമയമുണ്ട്. ആ സമയത്തൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്ത ഒറ്റ കാര്യമുള്ളൂ, മുട്ടുമടക്കി ദൈവത്തിന്റെ സാന്നിധ്യത്തിന് വേണ്ടി കെഞ്ചി ചോദിച്ചപ്പോഴൊക്കെ ഞാൻ അറിയാത്തൊരു ദൈവ സാന്നിധ്യം, ഞാൻ എന്റെ ബുദ്ധിക്ക് ഒതുക്കാൻ പറ്റാത്ത ഒരു ദൈവ സാന്നിധ്യം ഇറങ്ങി വന്ന്
വഴിയില്ലാത്തടത്ത് വഴി ഉണ്ടാക്കി നൽകി തന്ന ഒരു സ്വർഗത്തെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് ദൈവമക്കളെ. അങ്ങനെ പരിചയപ്പെട്ട നിങ്ങൾ പലരും ഉണ്ടല്ലോ. അവരൊക്കെ ആ കരങ്ങൾ ഉയർത്തുന്ന സ്തോത്രം ചെയ്തു വന്ന്. ഹല്ലേലൂയ. പണമില്ലാതിരുന്നപ്പോൾ വിഷമിച്ച സ്ഥാനത്ത്, ജോലിയില്ലാതെ വിഷമിച്ച സ്ഥാനത്ത്, വഴിയും എല്ലാം അടഞ്ഞുപോയി വിഷമിച്ച സ്ഥാനത്ത് കഴിഞ്ഞ നാളുകളിൽ അവൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇന്നും ചിലർക്ക് വേണ്ടി ആ മുൾപ്പടപ്പിൽ കാണിച്ച വന്ന ആ പ്രസൻസ് ഇന്ന് രാത്രി ചിലരുടെ ഭവനത്തിന്റെ ഉള്ളറകൾ ഇറങ്ങുന്നുണ്ടെന്ന് ഞാൻ ദൈവാത്മാവിൽ കണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തലമുറകളുടെ വിഷയത്തിൽ, പഠനത്തിന്റെ വിഷയത്തിൽ, ഭാവിയുടെ വിഷയത്തിൽ, ആത്മീക ശുശ്രൂഷയുടെ വിഷയത്തിൽ അടുത്ത സ്റ്റെപ്പ് എന്തായി തീരണം കർത്താവേ? പലതും ചെയ്ത് ഇവിടം വരെയൊക്കെ എത്തി, പക്ഷെ ഇനി മുൻപോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് എവിടൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്ന ചില വ്യക്തികളോട് ഇന്ന് രാത്രി പറയുക, വേറെ ഒന്നുമല്ല നിനക്ക് വേണ്ടിയത്. നിന്നെ സൃഷ്ടിച്ചവൻ, നിന്നെ സസ്റ്റെയിൻ ചെയ്യുന്നവൻ, നിന്നെ ഡയറക്റ്റ് ചെയ്യുവാനും ശക്തനായ ദൈവമാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അന്യഭാഷകളിൽ നിങ്ങൾ ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്തു. ആ കരങ്ങൾ തട്ടി ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നവർ കരങ്ങൾ തട്ടി ഭവനത്തിൽ ഉള്ളറങ്ങിൽ ആത്മനിറവിൽ ഒന്ന് ദൈവത്തെ സ്തോത്രം ചെയ്യാൻ പറ്റുമോ? We worship your God, we bless your holy name. We worship you, Lord. We worship you. We worship you. We worship you. നിന്നെ തള്ളിക്കളയുന്ന ദൈവമല്ല. സൃഷ്ടിച്ച് ഇവിടം വരെ ആക്കിയിട്ടുണ്ടെങ്കിൽ, സൃഷ്ടിച്ച് നിന്നെ ഭൂമിയിൽ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ ഭൂമിയിൽ നിന്നെ ഡയറക്റ്റ് ചെയ്യുവാനും ഈ ദൈവ സാന്നിധ്യത്തിന് പറ്റും. വിശ്വസിക്കുന്ന ദൈവത്തെ സ്തോത്രം ചെയ്യട്ടെ. ആത്മനിറവിൽ നിങ്ങൾ വിശ്വാസത്തോടെ വചനം ഏറ്റെടുക്കാൻ പറ്റും. ഇന്ന് വിശ്വാസത്തോടെ ഈ വചനം ഏറ്റെടുക്കാൻ പറ്റും. ഏറ്റെടുക്കുന്നവരുടെ മേൽ ദൈവ സാന്നിധ്യം ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അപ്പോൾ അവിടെ മാത്രം തീരുന്നില്ല. അപ്പോൾ മൗണ്ട് സൈനായി എക്സ്പീരിയൻസ് കഴിയുമ്പോൾ അടുത്ത ഒരു തിക് പ്രസൻസ് അല്ലെങ്കിൽ ഒരു നിറഞ്ഞ ദൈവ സാന്നിധ്യം പിന്നെ നമ്മൾ കാണുന്നത് വിൽഡർനെസ് അങ്ങോട്ട് കഴിയുമ്പോഴത്തേന് അടുത്ത ദൈവ സാന്നിധ്യം കാണുന്നത് ടാബർനാക്കിൾ എക്സ്പീരിയൻസ്. ടാബർനാക്കിൾ എക്സ്പീരിയൻസ്. അപ്പോൾ ടാബർനാക്കിൾ എന്ന് പറയുമ്പോൾ തന്നെ സമാഗമന കൂടാരം അല്ലെ? സമാഗമന കൂടാരത്തിലുള്ള എക്സ്പീരിയൻസ് എക്സോഡസ് ചാപ്റ്റർ 40 നമ്മൾ അത് പ്രത്യേകം കാണുന്നത്. പുറപ്പാട് 40-34 ആ ഭാഗം നിങ്ങൾക്ക് അറിയാവുന്ന ഭാഗമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുക, നിങ്ങൾക്കറിയാവുന്നത്. അപ്പോൾ ഇവിടെ സംഭവിച്ച ടാബർനാക്കിൾ എന്ന് പറയുമ്പോൾ ദൈവം അവരെ ഡയറക്റ്റ്, മോശയും ഇസ്രായേലി മക്കളെയും ഡയറക്റ്റ് ചെയ്തിട്ട് ദൈവം മനുഷ്യനോട് വസിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആഗ്രഹത്തിന്റെ ഒരു പ്രകടനമായിരുന്നു സമാഗമന കൂടാരം അല്ലെങ്കിൽ ടാബർനാക്കിൾ. When God wanted to dwell, when God wanted to live among his people, he asked them to make a tabernacle. ഈ ടാബർനാക്കിൾ ഉണ്ടാക്കിയപ്പോൾ അവിടെ ഇരിക്കുന്ന എങ്ങനെയാ? 40:34 വായിക്കുവാണെങ്കിൽ then the cloud covered the tent of the meeting and the glory of Lord filled the tabernacle. ആ ടെന്റ്, മീറ്റിംഗ് ടെന്റ്, ആ സമാഗമന കൂടാരത്തിന്റെ മുകളിൽ മൊത്തം ക്ലൗഡും കൊണ്ട് നിറഞ്ഞു, മേഘം കൊണ്ട് നിറഞ്ഞിട്ട് ദൈവം തന്റെ സാന്നിധ്യം കൊണ്ടും തന്റെ മഹത്വം കൊണ്ടും ആ ടാബർനാക്കിൾ, സമാഗമന കൂടാരത്തെ നിറച്ചെന്നാ പറഞ്ഞത്. ശ്രദ്ധിച്ചേ. ആമേൻ. ഇവിടെ സൃഷ്ടിച്ച് സസ്റ്റെയിൻ ചെയ്ത് ഡയറക്റ്റ് ചെയ്യുക മാത്രമല്ല, അടുത്തൊരു കാര്യം കൂടി പറയുക. നിന്റെ മരുഭൂമി യാത്രയിൽ നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങളുടെ മധ്യത്തിൽ സെന്റർ പോയിന്റ് ആയിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ദൈവ സാന്നിധ്യം, സെന്റർ പോയിന്റിൽ നിറഞ്ഞു നിൽക്കുന്ന. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ടാബർനാക്കിൾ കർട്ടനും കൊണ്ടും കല്ലും കൊണ്ടും പൊന്നും കൊണ്ടും വെള്ളിയും കൊണ്ടും തടിയും കൊണ്ടൊക്കെ ഉണ്ടാക്കിയെങ്കിലും, അത് മാനുഷിക കരം കൊണ്ട് ചെയ്തെങ്കിലും, അതിന്റെ മേൽ ദൈവ സാന്നിധ്യം നിറച്ചപ്പോൾ ദൈവം പറയുന്ന ഒരു കാര്യം, I will give my presence in everything that you do according to my direction. അതിന്റെ അർത്ഥം, ദൈവത്തിന്റെ ഡിറക്ഷൻ പ്രകാരം ഒരു കാൽച്ചുവടുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അനുഗ്രഹിക്കുവാനും അതിനെ നിറയ്ക്കുവാനും നമ്മുടെ ദൈവം ശക്തനായ ദൈവമാണ്. പ്രൈസ് ഗോഡ്. ചില ദേവദാസന്മാരോട് ഞാൻ പറയട്ടെ, നമുക്കറിയാം ദൈവദാസന്മാരുടെ ഏറ്റവും വലിയ ചലഞ്ചാ ഇപ്പോഴത്തെ കോവിഡ് സിറ്റുവേഷൻ. വിശ്വാസികൾ, ദൈവസഭയിലുള്ള വിശ്വാസികൾക്ക് ചലഞ്ചായിരിക്കുന്നത് പോലെ അതിനേക്കാട്ടിലും അധികം ചലഞ്ചാ കോവിഡ് സിറ്റുവേഷനിൽ മിനിസ്ട്രി ചെയ്യുന്ന ദേവദാസന്മാരെ സംബന്ധിച്ച്. ചർച്ചുകളില്ലാതിരിക്കുമ്പോൾ, നമുക്കൊക്കെ ഗൾഫിലും അമേരിക്കയിലും പ്രശ്നങ്ങൾ അത്രയില്ല. ഇന്ത്യന്റെ സ്ഥിതി നമുക്കറിയാം.
ഭയങ്കര മോശമായ സ്ഥിതിക, കഷ്ടതയുടെ കയ്പിനീര് അവരെല്ലാം കുടിക്കുന്നത്. ദേവദാസന്മാരെ അതുപോലെ അനുഭവിക്കുന്ന ഒരു വിഷമങ്ങളുണ്ട്. ഈ ദേവദാസന്മാരോട് ഞാനൊരു കാര്യം പറയട്ടെ, ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം നാം ഒരു കാര്യം തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നിറയ്ക്കുവാനും അതിനെ നടത്തുവാനും അതിനെ ഏറ്റവും ബ്ലസ്സഡ് ആക്കി കൊണ്ടുപോകുവാനും നമ്മുടെ ദൈവം ശക്തനായ ദൈവമാ. വിളിച്ചവൻ വിശ്വസ്തൻ, വാക്കുമാർന്ന ദൈവമല്ല. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവ പൈതൽ ഉണ്ടെങ്കിൽ അവർ ദൈവത്തെ സ്തോത്രം ചെയ്തു വന്ന് ഹല്ലേലൂയ. ചില മാതാപിതാക്കളോട് വിളിച്ചു പറയാൻ എനിക്കൊരു ദൂതുണ്ട്. നിങ്ങളുടെ ദൈവത്തിന് നിർദ്ദേശപ്രകാരം എടുത്ത സ്റ്റെപ്പ്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എടുത്ത സ്റ്റെപ്പ് മാനുഷികമായി നിങ്ങൾ എടുത്ത സ്റ്റെപ്പാ. പക്ഷെ സ്വർഗം പറയുക, എന്റെ പ്രസൻസ് കൊണ്ട് ഞാൻ മാനുഷിക സ്റ്റെപ്പിനെ എന്റെ പ്രസൻസ് കൊണ്ട് ഡിവൈൻ ആക്കാൻ പോകും. എത്ര പേര് വിശ്വസിക്കുന്നു നിങ്ങൾ എടുത്ത ചില സ്റ്റെപ്പിനെ ദൈവം ഡിവൈൻ ഇന്റർവെൻഷൻ കൊണ്ടുവന്നിട്ട് സൂപ്പർ നാച്ചുറൽ ഫില്ലിംഗ് കർത്താവ് ചെയ്യാൻ പോകുക. ഹല്ലേലൂയ. ചില ആഹാരം ഉള്ള പാത്രങ്ങളെ സൂപ്പർ നാച്ചുറൽ ആയിട്ട് ഫില്ല് ചെയ്യാൻ പോവുക. ചില നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ സൂപ്പർ നാച്ചുറൽ ആയിട്ട് ഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഞാനത് ഉറപ്പായി വിശ്വസിക്കുന്നു. ദൈവമക്കളെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളാരും മിടുക്കരായിട്ടൊന്നും അല്ല പല കാര്യങ്ങൾ തുടങ്ങി വെച്ചിട്ട് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റും. നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട്, ഞാൻ ഈ 7 വർഷം മുമ്പേ ഞാൻ ഇന്ന കാര്യം തുടങ്ങി, ഇന്ന് ഇത് ഇത്രയും വലുതായി. ഞാൻ 10 വർഷം മുമ്പേ തുടങ്ങി, ഇന്ന് ഇത് ഇത്രയും വലുതായി. ഒരു കാരണം പറയാം, നമ്മൾ തുടങ്ങിയതൊന്നുമല്ല. നമ്മൾ മാനുഷികമായി ഒരു സ്റ്റെപ്പ് വെച്ചു, നിറച്ചത് ദൈവമായിരുന്നു. അവൻ നിറച്ചത് കൊണ്ട് ഇന്ന് ലോകം മൊത്തം അതിനെ കുറിച്ച് സംസാരിക്കുന്നു. ഒരുമിച്ച് ദൈവത്തെ സ്തോത്രം ചെയ്യാൻ പറ്റുമോ ദൈവമക്കളെ? ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഞാൻ പറയട്ടെ, ദൈവനാമമഹത്വത്തിന് വേണ്ടി ഞാൻ ഈ സ്പെഷ്യലി ശുശ്രൂഷയിലായിരിക്കുന്ന ദൈവദാസന്മാരെ ഒന്ന് എൻകറേജ് ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത്. ദൈവമക്കളെ, ഞങ്ങൾ കുടുംബമായി ബോംബെന്ന് ഈ അമേരിക്കയിലോട്ടുള്ള മൂവിനെ കുറിച്ച് ഞാൻ ചെറിയൊരു സാക്ഷ്യം നിങ്ങളോട് പറഞ്ഞോട്ടെ. അമേരിക്കയില് ഈ അറ്റ്ലാന്റ എന്ന് പറയുന്ന സ്ഥലത്ത് 7 കുടുംബങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരു ചെറിയൊരു കൂട്ടായ്മ ആരംഭിച്ചപ്പോൾ അവർക്ക് ദേവദാസന്മാരെ വേണമായിരുന്നു. അങ്ങനെ അവര് പലരെ നോക്കുന്ന സമയത്തായിരിക്കും എന്നെയും കൂടി വിളിച്ചത്. ഞാൻ ഇവിടെ അതിന് മുമ്പിൽ വന്ന് എന്റെ ഡോക്ടറൽ പ്രോഗ്രാം ഇവിടെ ചെയ്തതും കൊണ്ട് അവരെന്നെ പരിചയം ഉണ്ടായിരുന്നു. അങ്ങനെ എന്നെ വിളിച്ചപ്പോൾ എനിക്ക് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ പല കാര്യങ്ങൾ കണ്ടിട്ട് അമേരിക്കയിൽ ഇനി ഒരു നാളും ശുശ്രൂഷിക്കത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ ആണയിട്ട് പോയ ഒരു വ്യക്തിയാ. അമേരിക്കയിൽ ചർച്ച് മിനിസ്ട്രി പോയിട്ട് ഇവിടെ വരിക പോലും ചെയ്യാൻ പാടില്ല. കാരണം ഇവിടുത്തെ ഡോക്ടറൽ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ മിക്കവാറും സഭകളും അല്ലെങ്കിൽ ഇവിടുത്തെ വിശ്വാസി കൂട്ടങ്ങളുടെയും സ്ഥിതികളൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പൊ അതിനെക്കാട്ടും ഒത്തിരി ബെറ്റർ ബോംബെയിൽ അവിടെ തന്നെ നിന്നാ മതി എന്ന് പറഞ്ഞിരുന്ന. അപ്പോൾ ഇവരെന്നെ വിളിച്ചപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു, അയ്യോ എന്നെ നോക്കണ്ട, വേറെ ആരെങ്കിലും നോക്കിക്കോ, എന്നെ നോക്കണ്ട എന്ന് പറഞ്ഞ് മാറിയതാ. കുറച്ച് നാളുകൾക്ക് ശേഷം പിന്നെയും അവരെ എന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ ഇതിനെ കുറിച്ച് പ്രാർത്ഥിച്ചോ? ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചൊന്നുമില്ല, പക്ഷെ ഞാൻ ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ പാസ്റ്റർ ഒരു കാര്യം പ്രാർത്ഥിച്ച പാസ്റ്റർ എന്ന് പറയാമോ? അപ്പൊ ദൈവമക്കളെ, ഞാൻ അങ്ങനെയാണെങ്കിൽ എന്നാൽ ഇവരോട് പറഞ്ഞല്ലേ, ഒരു പാസ്റ്ററല്ലേ, ഞാനും പ്രാർത്ഥിച്ചേ പറ്റൂ. അപ്പൊ അങ്ങനെയാ ഇത്രയും ശേഷം ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി മുട്ടുമടക്കുന്നത്. ഞാൻ മുട്ടുമടക്കിയ സമയത്ത് കർത്താവിന്റെ ആത്മാവ് എന്നോടും എന്റെ ഭാര്യയോടും ഞങ്ങളോട് സംസാരിച്ച വളരെ സ്പഷ്ടമായ ചില കാര്യങ്ങൾ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ പല പ്രാവശ്യം ദൈവശബ്ദം കേട്ടിട്ടുണ്ട്. ഈ ശബ്ദം വളരെ സ്പഷ്ടമായിട്ട് കേട്ടത് ഇങ്ങനെയാ: നീ ഒരാളിനെയും നോക്കാതെ, ഒരു വ്യക്തിയുടെ പേരും ചോദിക്കാതെ, അവിടുത്തെ സ്ഥിതി എന്താണെന്ന് ചോദിക്കാതെ, നമ്പർ പോലും ചോദിക്കല്ലേ, അവിടെ എത്ര വിശ്വാസി ഉണ്ടെന്ന് നമ്പർ പോലും ചോദിക്കാതെ, അവർ എന്തു തരും എന്നുള്ള നമ്പർ പോലും ചോദിക്കാതെ, എന്തുവായി തീരും എന്നുള്ള കാര്യം പോലും ചോദിക്കാതെ, നീ അവിടെ പോണം, ഞാൻ നിന്നെ അവിടെ കൊണ്ടുപോവാ. എനിക്ക് വേണ്ടി ഒരു വലിയ കൂട്ട ജനത്തെ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് പല രാജ്യങ്ങൾ, പല ഭാഷക്കാരാ. അവരെ ഞാൻ കൊണ്ടുവരും. നീ താമസിക്കുന്ന സ്ഥലത്ത് ഞാൻ നിനക്ക് വേണ്ടി ഒരു ആലയം വരെ ഞാൻ അവിടെ തരും. നിന്നെ ഞാൻ അവിടെ ഉറപ്പിക്കും. അനേകർക്ക് ഒരു ബ്ലസ്സിംഗ് ആക്കി നിർത്തും. ആയിരങ്ങൾ വന്നിട്ട് ആരാധിക്കത്തക്കോണം, ആശ്വസിക്കത്തക്കോണം ദൈവം വഴികൾ, വാതിൽ, ആയിരങ്ങളെ ആശ്വസിപ്പിക്കുന്ന ലോകം പല സ്ഥലത്ത് അനേകരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നിന്റെ ചേർച്ചിനെ ഞാൻ ഉപയോഗിക്കും. ഇത് പറയുമ്പോൾ ദൈവമക്കളെ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് ദൈവം അമേരിക്കയും പോകാൻ വേണ്ടി പറയുമെന്ന്. എന്റെ ചിന്താഗതി ആ സമയത്ത് വരെ വേറെ വിളി എങ്ങും കിട്ടാറില്ല, അല്ലെ? അമേരിക്കയിൽ മാത്രമേ വിളി കിട്ടത്തുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാം, ദൈവം അങ്ങനെയും വിളിക്കാറുണ്ട്. ദൈവമക്കളെ, ആ ഒരു വാക്കിന്റെ മുമ്പിൽ പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ പോയില്ല.
എത്ര പേരുണ്ട്, എന്തുവാ, എന്ത് സഭയാ? നിങ്ങൾക്കറിയാം, ആ സമയത്ത് ഞാൻ വിക്രോളി ദേവസഭയുടെ ഇൻചാർജ് ആയിരിക്കുന്ന സമയമാണ്. ആ സമയത്താണ് നമ്മുടെ ഈ ബെന്നി എബ്രഹാം അവിടെ ഉണ്ടായിരുന്നു, നമ്മുടെ സജു അവിടെ ഉണ്ടായിരുന്നു, ഇങ്ങനെ കുറെ പേര് അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ അറിയുന്ന പലരും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ചർച്ച് നല്ലപോലെ നടക്കുന്ന സമയം, നല്ല മിനിസ്ട്രി നടക്കുന്ന സമയത്ത് ഞാൻ ബൈബിൾ കോളേജിന്റെ പ്രസിഡന്റായി മിനിസ്ട്രി ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് മുൻപോട്ട് കയറുവാൻ, ഞാൻ ഈ പറയുമ്പോൾ മുൻപോട്ട് കയറുവാൻ എന്ന് പറയുമ്പോൾ ഞങ്ങളെ ഇനി ചർച്ച കൂടായാലും IPC ആയാലും ഏത് സംഭവം ആയാലും ഈ കയറി ചവിട്ടി പിടിച്ച് മുൻപോട്ട് കയറാൻ വേണ്ടിയുള്ള ഒത്തിരി ഈ ലാഡർ ഉണ്ടല്ലോ, ആ ലാഡർ എല്ലാം എന്റെ മുമ്പിൽ ഇരിക്കുമ്പോഴാ ഞാൻ അടുത്ത നെക്സ്റ്റ് ലെവൽ ലാഡറിൽ നിൽക്കുന്ന ഒരു സമയത്താ എന്നോട് ദൈവം പറയുന്നത്, നീ സ്ഥലം വിട്ടു പോകാൻ പറഞ്ഞത്. ഈ മക്കളെ, ഞാനിത് പറയുമ്പോൾ എന്നെ വിശ്വസിക്കാൻ ഒരു മനുഷ്യനും പറ്റിയില്ലായിരുന്നു. എന്റെ ഓവർസിയർ തൊട്ട് എന്റെ കൂട്ടുള്ള ഒറ്റ വ്യക്തികൾക്കും വിശ്വസിക്കാൻ പറ്റുന്ന ദൈവം എന്നോട് പറയുന്നു അമേരിക്കയിൽ പോകുന്നത്. ഈ മക്കളെ, വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഡിസിഷൻ ആയിരുന്നു. പക്ഷെ ദൈവശബ്ദം കേട്ടതും കൊണ്ട് ഒന്നും പറയാതെ ഞങ്ങൾ ആ ഡിസിഷൻ എടുത്തു. ദൈവമക്കളെ, ഈ ഡിസിഷൻ ഇവരോട് പറയുകയും 2 മാസത്തിനുള്ളിൽ വിസ ഞങ്ങൾക്ക് കുടുംബമായി എത്തുകയും ഞങ്ങൾ ഫുൾ ആൾക്കാരും ഇവിടെ എത്തുകയും. ദൈവമക്കളെ, ഞാൻ ബോംബെ ചർച്ചിൽ നിന്ന് ഞാൻ നിറഞ്ഞു നിൽക്കുന്ന ചർച്ചിൽ നിന്ന് 100, 200, 210 പേരൊക്കെ ഇങ്ങനെ ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുന്ന ഒരു ചർച്ചിൽ നിന്ന് ഞാൻ ഇവിടെ വന്ന് ഈ 7 ഫാമിലി ചർച്ചിലോട് അങ്ങോട്ട് കയറിയപ്പോൾ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഡീപ് പ്രൊമോട്ട് ചെയ്യാൻ ഇതുപോലെ ഒരു വഴിയുണ്ടോന്ന്. എനിക്ക് തോന്നിയ ഒരു ഡീപ് പ്രൊമോഷൻ പോലെ, മാനുഷിക നിലയിൽ എനിക്കുണ്ടായ ഒരു ഡീപ് പ്രൊമോഷനാണ്. ഈ മക്കളെ, പെട്ടെന്നൊന്നും കാര്യങ്ങൾ മാറിയില്ല. 1, 2, 3 വർഷമൊക്കെ ഇങ്ങനെ തന്നെ പോകേണ്ടി വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ 2011 ബ്രദർ ഗിരീഷ് ഒക്കെ അവിടെ വരികയും അങ്ങനെ ഗിരീഷും കുടുംബവും വിശ്വാസത്തിൽ കടന്നു വരികയും അവിടെ സ്നാനപ്പെടുത്തുകയും അവിടുന്ന് ഒരു ബ്രേക്ക് ത്രൂ തുടങ്ങാൻ തുടങ്ങി. ദൈവമക്കളെ, ആ 7 ഫാമിലി ചർച്ച ഇന്ന് ഞങ്ങൾ ഏകദേശം 250+ ആൾക്കാര് ഒരുമിച്ച് ഇന്ന് ആരാധിക്കുന്ന സമയം. ഞാൻ ഒരു കാര്യം പറയാം, ഇവിടെ ഒന്നും ഞാൻ എന്റെ മഹത്വം പറയാൻ വേണ്ടി ഒന്നും അല്ല പറഞ്ഞത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ദൈവം ഡിറക്റ്റ് ചെയ്തിട്ട് നീ ഒരു സ്റ്റെപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ നിറയ്ക്കുവാൻ എന്റെ ദൈവം ശക്തനായ ദൈവമാണ്. അവിടെ സാധാരണ അമേരിക്കയിൽ പറയാറുണ്ട്, ഒരിക്കലും അമേരിക്കയിലൊന്നും ഒരു ഗ്രോത്ത് ഒരിക്കലും ഉണ്ടാകത്തില്ല. ഒരു ചർച്ച് ഗ്രോത്ത് അമേരിക്കയിൽ ഉണ്ടാകാറില്ല, വളരെ ബുദ്ധിമുട്ടാണ്. ഈ കുടുംബങ്ങളൊക്കെ കൂടി പാസ്റ്റർമാരായി സാധാരണ ചർച്ചായിട്ട് പോകുന്നതാണ്. പക്ഷെ ഇവിടെ ഒരു അത്ഭുതം ദൈവം ചെയ്യാതെ ഇത് നടക്കത്തില്ല. ആരെങ്കിലും ചോദിക്കുക, പാസ്റ്ററെ എന്തായിരുന്നു നിങ്ങൾ ചെയ്തത്? ഞാൻ പറയാം, ദൈവമക്കളെ, വിശ്വസ്തയോടെ പ്രാർത്ഥിച്ചിട്ട് പോലും ഇല്ല. വിശ്വസ്തയോട് എനിക്ക് പറയാൻ ഒരു കഴിവും എന്നതില്ല. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഒരു സ്ട്രാറ്റജിയും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒറ്റ കാര്യം ചെയ്തിട്ടുള്ളൂ, അന്ന് പറഞ്ഞ ശബ്ദം കേട്ടിട്ട് ഒരു സ്റ്റെപ്പ് വെച്ചു, ബാക്കി സ്റ്റെപ്പുകൾ ദൈവം വെച്ചു. ഇന്ന് ഞാൻ ഇത് പറയുമ്പോൾ ചില ദേവദാസന്മാരോടും ചില കുടുംബങ്ങളോടും ദൂതായിട്ടാണ് എന്റെ അനുഭവം പറയുന്നത്. ഒരു സ്റ്റെപ്പ് വെക്കുന്ന മുമ്പിൽ നിങ്ങൾ ഇരിക്കുവാണെങ്കിൽ പേടിക്കണ്ട, ദൈവം പറഞ്ഞാന്നോ സ്റ്റെപ്പ് വെച്ചോ. ഇതിനെ നിറയ്ക്കുവാൻ എന്റെ ദൈവം ശക്തനാ. ഞാൻ ഇത് ശുശ്രൂഷകന്മാരോട് പറയുമ്പോൾ കുടുംബങ്ങളോട് ഞാൻ പറയാൻ പോകുക, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും ചില കാര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ മക്കൾക്ക് വേണ്ടി എടുത്ത ചില സ്റ്റെപ്പുകളെ മാനിക്കുവാൻ ദൈവം ശക്തനാണെന്ന് ഞാൻ ഇന്ന് ആഞ്ഞ് പറയുവാണെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്നവർ ആ കരങ്ങൾ ഉയർത്തുന്ന ദൈവത്തെ സ്തോത്രം ചെയ്തേ. അവൻ സൃഷ്ടിക്കുകയെ മാത്രമല്ല, അവൻ സസ്റ്റെയിൻ ചെയ്യുകയെ മാത്രമല്ല, അവൻ ഡയറക്റ്റ് ചെയ്യുകയെ മാത്രമല്ല, ഡയറക്റ്റ് ചെയ്തതിനെ നിറയ്ക്കുവാനും ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ വലിയ ദൈവ സാന്നിധ്യം അനുഭവിച്ചിട്ട് തന്നെയാ ദൈവത്തെ സ്തുതിക്കുന്നത്. എനിക്കറിയത്തില്ല ഞാൻ ആരോടൊക്കെയാ ദൂത് വിളിച്ചു പറയുന്നത്. കുടുംബങ്ങളോട് നിങ്ങളോട് ദൈവത്തെ ആത്മാവ് സംസാരിക്കുന്നുണ്ടെന്ന് വ്യക്തമായി നിങ്ങൾക്ക് അറിവുണ്ട്, ബോധ്യമുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ഒന്ന് കാണാൻ പറ്റുമോ എനിക്ക്? ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തവും ശക്തവുമായി ചിലരോട് ഞാൻ അറിയാതെ തന്നെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ഈ മക്കളെ, പ്രൈസ് ഗോഡ്. ആറാമത്തെ എക്സ്പീരിയൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ ടാബർനാക്കിൾ എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് വേറൊരു എക്സ്പീരിയൻസ് വന്നു. അത് പ്രീസ്ലി എക്സ്പീരിയൻസ് വന്നു. പ്രീസ്ലി എക്സ്പീരിയൻസ് അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോശ കണ്ടു. നമ്മൾ സൃഷ്ടിയിൽ കണ്ടു, അത് കഴിഞ്ഞിട്ട് ആദം ഹവ്വയിൽ നമ്മൾ കണ്ടു, പിന്നെ നമ്മൾ കണ്ടത് മോശയിൽ കണ്ടു. ഒരു വ്യക്തിയിലാണ് കണ്ടു, ഒരു വ്യക്തിയിൽ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ മന്ദിരത്തിലാണ് കാണുന്നത്. ഓക്കെ, മന്ദിരത്തിൽ അങ്ങോട്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് അടുത്ത ഒരു സംഭവം, ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് സംഭവം എന്താ ചോദിച്ചാൽ, ദ ഹോൾ ഇസ്രായേലൈറ്റ്സിന് അനുഭവിക്കാൻ വേണ്ടി, ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം വിട്ടുപോയായിരുന്നു. മോശ കഴിഞ്ഞിട്ട്
മോസസിന്റെ എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് വേറൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അതാ മൗണ്ട് സൈനായ്. എക്സോഡസ് 19 ഒരു വാക്യമുണ്ട്, മൗണ്ട് സൈനായിന്റെ ചുവട്ടിൽ ഇസ്രായേൽ മക്കൾ നിൽക്കുമ്പോൾ ദൈവം സാന്നിധ്യം അങ്ങോട്ട് ആ പർവ്വതത്തിന്മേൽ ഒന്ന് ഇറങ്ങിയപ്പോൾ പർവ്വതം കുലുങ്ങുകയും ആ സകല സ്ഥലങ്ങൾ ഭയങ്കര ഇടിമുഴക്കത്തിന് ശബ്ദം ഉണ്ടായപ്പോൾ ജനം പറഞ്ഞൊരു വാക്കുണ്ട്, ഞങ്ങൾക്ക് ഈ സാന്നിധ്യം വേണ്ടയേ വേണ്ട. മോശ, നീ വേണമെങ്കിൽ ഈ സാന്നിധ്യം അനുഭവിച്ചോ, നീ ദൈവത്തോട് സംസാരിച്ചിട്ട് നീ ഞങ്ങളോട് വന്ന് സംസാരിച്ചാൽ മതി, ഞങ്ങൾക്ക് ഈ ദൈവത്തോട് സംസാരിക്കണ്ട. ദൈവത്തിന്റെ സാന്നിധ്യം ജനത്തിന്റെ അടുക്കിലേക്ക് വന്നപ്പോൾ ജനം തട്ടിക്കളഞ്ഞു. ജനം പറഞ്ഞു നമുക്ക് വേണ്ട. അപ്പോൾ മോശയിൽ നിന്നും അത് കഴിഞ്ഞിട്ട് ആ മൗണ്ട് സൈനായ് എക്സ്പീരിയൻസ് വന്നത്. മോസസ് അല്ലെങ്കിൽ വിൽഡർനെസ് എക്സ്പീരിയൻസിന് ശേഷം ആ മൗണ്ട് സൈനായ് എക്സ്പീരിയൻസ് വന്നത്. മൗണ്ട് സൈനായ് എക്സ്പീരിയൻസിന് ശേഷമായിരുന്നു ടാബർനാക്കിൾ എക്സ്പീരിയൻസ് വന്നത്. അങ്ങനെ ഞാൻ ഓർമ്മ ഇടയ്ക്ക് വിട്ടുപോയത് കൊണ്ട് ഞാൻ പിന്നെ തിരിച്ചു വന്നത് കേട്ടോ. അപ്പോൾ ഇനി ടാബർനാക്കിൾ എക്സ്പീരിയൻസ് 5ാമത്തെ എക്സ്പീരിയൻസ്. അത് കഴിഞ്ഞിട്ട് 6ാമത്തെ പ്രീസ്റ്റ്ലി എക്സ്പീരിയൻസ്. ടാബർനാക്കിളിന്റെ കവർന്ന് അടുത്തൊരു ഭാഗം പറയുന്നത് പ്രവാചകന്മാരിലും പുരോഹിതന്മാരും അനുഭവിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം. അവിടെ എഴുതിക്കുന്ന ഭാഗം പ്രവാചകന്മാരും പുരോഹിതന്മാർക്കും അവർക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കാനുള്ള കൃപ ദൈവം നൽകി കൊടുത്തു. ശ്രദ്ധിച്ചേ, എങ്ങനെ അത് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത് ശ്രദ്ധിച്ചൊന്ന്. ഒരു വ്യക്തിയിൽ നിന്ന് പൂർണ്ണ ഇസ്രായേലിന്റെ മേൽ വരാൻ ആഗ്രഹിച്ചതാ, പക്ഷെ അവർ തള്ളിക്കളഞ്ഞു. അപ്പോൾ ടാബർനാക്കിളിൽ പോയിരുന്നു. ടാബർനാക്കിളിൽ നിന്ന് ഇപ്പോൾ അടുത്ത ഭാഗത്തിൽ നമ്പേഴ്സ് 11:29 ഓൺവേർഡ്സ് നിങ്ങൾ വായിക്കുവാണെങ്കിൽ അവിടെ എഴുതിക്കുന്നത് Lord's presence was filled in among the prophets and the priests. ശ്രദ്ധിച്ചേ, അപ്പോൾ ശുശ്രൂഷ മണ്ഡലത്തിൽ നിൽക്കുന്നവരുടെ മേൽ ദൈവ സാന്നിധ്യം കർത്താവ് പ്രത്യേകമായി നൽകി തന്നു. ദൈവമക്കൾ ഓർക്കണം, നമ്മളെ പുതിയ നിയമത്തിൽ പറയുന്നത് രാജകീയ പുരോഹിത വർഗം അല്ലെ. We all are chosen people. We all are, royal priesthood sessions എന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവ സാന്നിധ്യം പിന്നെ ഇറങ്ങി വന്നത് പുരോഹിതന്മാരും പ്രവാചകന്മാരില്ല. ഞാൻ ഇച്ചിരി ഫാസ്റ്റ് ആയിട്ട് മുന്നോട്ട് പോകണം, കാരണം എനിക്ക് ഫുൾ സബ്ജക്ട് തീർക്കേണ്ടി ആയതുകൊണ്ട് ഞാൻ മുൻപോട്ട് പോകട്ടെ. അത് കഴിഞ്ഞിട്ട് 7ാമത്തെ എക്സ്പീരിയൻസ്, പിന്നെ തിക്ക് എക്സ്പീരിയൻസ് നമ്മൾ കാണുന്നത് ശലോമോൻ തന്റെ മന്ദിരം മൊത്തം പണിഞ്ഞു കഴിഞ്ഞപ്പോൾ 2 Chronicles chapter 7 verse 1 എഴുതിക്കുന്നത്, when Solomon finished praying, fire came down from heaven and consumed the burnt offering and sacrifices, and the glory of the Lord filled the house. പിന്നെ thick presence കാണുന്നത് ശലോമോൻ പണിഞ്ഞ ദേവാലയത്തിലാണ്. അപ്പോൾ ഈ ദൈവത്തിന്റെ പ്രസൻസിന്റെ ആഗ്രഹം ശ്രദ്ധിച്ചേ. സൃഷ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നേരെ ഗാർഡനിൽ പോകുന്നു. ഗാർഡനിൽ നിന്ന് മോസസിന്റെ അടുത്ത് വിൽഡർനെസ് എക്സ്പീരിയൻസിൽ പോകുന്നു. മോസസിനെ അടുത്തുനിന്ന് മൗണ്ട് സൈനായ് എക്സ്പീരിയൻസിൽ പോകുന്നു. അത് കഴിഞ്ഞിട്ട് ടാബർനാക്കിൾ എക്സ്പീരിയൻസിൽ വന്നു. അത് കഴിഞ്ഞിട്ട് പ്രീസ്റ്റ്ലി എക്സ്പീരിയൻസിൽ വന്നു. പിന്നെ ഇപ്പം വന്നിരിക്കുന്ന ടെമ്പിൾ എക്സ്പീരിയൻസിൽ വന്നു. പക്ഷെ ഈ പഴയ നിയമം അവസാനിക്കുമ്പോൾ അവസാനത്തെ പ്രസൻസ് കാണുന്ന ടെമ്പിളിലാണ്. ഇവിടെയാ മോശയോട് ദൈവം പറഞ്ഞ പ്രസൻസിന്റെ ആ വാക്യം വീണ്ടും ഞാൻ തിരിച്ചു കൊണ്ടുവരുമോ. മോശയോട് ഇങ്ങനെയാ ദൈവം പറഞ്ഞത്, ഐ വിൽ ഗിവ് യു മൈ പ്രസൻസ് ആൻഡ് ഐ വിൽ ഗിവ് യു റെസ്റ്റ്. പഴയ നിയമത്തിൽ ദൈവം തന്റെ സാന്നിധ്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ എന്റെ സാന്നിധ്യം നൽകി തന്ന നിനക്ക് വിശ്രമം നൽകി തരും. പക്ഷെ പഴയ നിയമത്തിൽ ആ വിശ്രമം നമ്മൾ എങ്ങും കാണുന്നില്ല. ആക്ച്വലി സാന്നിധ്യം വന്ന് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്രമം നൽകി തരാനാ. ദാറ്റ് മീൻസ് ഒരു അഷ്വറൻസ് നൽകി തരാനാ, ഒരു റെസ്റ്റ് നൽകി തരാനാ. നമ്മുടെ വേദനകളും ഭാരങ്ങളും എല്ലാം ചുമക്കുന്ന ഒരു സാന്നിധ്യമാ ദൈവം പ്രോമിസ് ചെയ്തത്. പക്ഷെ പഴയ നിയമത്തിന്റെ ആൾക്കാർക്ക് അത് അനുഭവിക്കാൻ പറ്റിയില്ല. അവരാഗ്രഹിച്ചു, അനുഭവിക്കാൻ പറ്റിയില്ല. ഇത് അവസാനം വന്ന ടെമ്പിളില. നിങ്ങൾക്ക് എസെക്കിയേൽ പ്രവചനം അതിന്റെ 10ാം അധ്യായം ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഗൾഫിലായതുകൊണ്ട് നിങ്ങൾ നല്ലോണം ദൈവവചനം പഠിക്കുന്നവരാണെന്ന എന്റെ അറിവ്. അപ്പോ എന്റെ അറിവനുസരിച്ച് എസെക്കിയേൽ 10ാം അധ്യായത്തിൽ നിങ്ങൾ ഇപ്പൊ വായിക്കാൻ പോണ്ട, പിന്നെ വായിച്ചാലും മതി. അവിടെ ദൈവ സാന്നിധ്യം ഇറങ്ങി പോകുന്ന ഒരു ചാപ്റ്റർ അത്. ഈ ടെമ്പിളിനകത്തുനിന്ന് ഫ്രം ദ മോസ്റ്റ് ഹോളി പ്ലേസിൽ നിന്ന് അത് ഹോളി പ്ലേസിൽ വന്ന് നിൽക്കുന്നു. ഹോളി പ്ലേസിൽ നിന്ന് അത് ഫൈനലി ഡോറിൽ വന്ന് നിൽക്കുന്നു. പ്രാകാരത്തിലും അതിന്റെ വാതിക്കലും വന്ന് നിൽക്കുന്നു. അവസാനം
അവിടെ എഴുതിക്കുന്ന വാക്ക് ഇങ്ങനെ, ആ വാതുക്കൽ നിന്ന ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ സാന്നിധ്യം പിന്നെ കണ്ടത് അവിടുന്ന് മാറി അത് പർവ്വതത്തിലേക്ക് പോയി കടന്നെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്ലോറി അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ പ്രസൻസ് ഒരിക്കലും മനുഷ്യന് റെസ്റ്റ് കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ അറിയാമല്ലോ, ദൈവത്തിന്റെ പ്രസൻസ് വരികയും പോവുകയും ചെയ്യുമായിരുന്നു. റെസ്റ്റ് ചെയ്തില്ല, എങ്ങും റെസ്റ്റ് ചെയ്തില്ല, റെസ്റ്റ് കൊടുത്തുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാ എട്ടാമത്തെ ഒരു ദൈവ സാന്നിധ്യത്തിന്റെ ഒരു എക്സ്പീരിയൻസ് വരുന്നത്. അതിനെയാ നമ്മൾ പെന്റക്കോസ്റ്റൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. The Pentecostal experience. Acts chapter 2 verse 23. And suddenly there came from heaven a sound like a mighty rushing wind, and it filled the entire house where they were sitting, and divided tongues as though fire appeared to them and rested on each one of them. Sadhiche, rested on each one of them. Sadhikana, rested on each one of them. ഈ റെസ്റ്റിനെ കുറിച്ച് മോശയോട് ദൈവം പറയുക, മൈ പ്രസൻസ് വിൽ കം ആൻഡ് ഐ വിൽ ഗിവ് യു റെസ്റ്റ്, ആൻഡ് ഐ വിൽ റെസ്റ്റ്. ഇതെങ്ങും കാണാതിരുന്നപ്പോൾ അവസാനം എട്ടാമത്തെ എക്സ്പീരിയൻസ്, പെന്റക്കോസ്റ്റൽ എക്സ്പീരിയൻസ്, അവിടെ പറയുന്നത് ഇറ്റ് കെയിം ആൻഡ് റെസ്റ്റ്. ശ്രദ്ധിച്ച്, ദൈവം തന്റെ സാന്നിധ്യം കോമൺ ജനത്തിന്റെ ഇടയിൽ ആഗ്രഹിച്ചതാ, പക്ഷെ ഒരിക്കലും വന്നില്ല. അടുത്തടുത്ത് വന്ന് മന്ദിരം വരെ വന്നു, പക്ഷെ അത് ജനത്തിലേക്ക് ഇറങ്ങാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാ പെന്തിക്കോസ് ദിനത്തിൽ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഒരുമിച്ച് വെയിറ്റ് ടിൽ യു ആർ ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ്. അവർ യെരൂശലേമിൽ വെയിറ്റ് ചെയ്യുക. ശ്രദ്ധിച്ചേ, ആ വെയിറ്റ് ചെയ്ത സ്ഥലത്ത് ദൈവത്തിന്റെ സാന്നിധ്യം, അവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. അതിന്റെ അർത്ഥം ദൈവം തന്നെ സാന്നിധ്യത്തെ നൽകി തരുന്നു. ആൻഡ് ഇറ്റ് റെസ്റ്റഡ് ഇൻ എ കോമൺ പീപ്പിൾ, ഇൻ കോമൺ പീപ്പിൾ. ഇനി ഈ 8 എക്സ്പീരിയൻസിനെ കുറിച്ച് നമ്മൾ ക്രോണോളജിയാ പറഞ്ഞത് കേട്ടോ. ക്രോണോളജി, ക്രിയേഷൻ ടു പെന്റക്കോസ്റ്റൽ എക്സ്പീരിയൻസ്. ഇവിടുന്ന് ആ സെക്കൻഡ് കാര്യം നാം പറയാൻ പോകുന്നത് ദ കെമിസ്ട്രി ഓഫ് God's presence, right? The chemistry of God's presence ലേക്ക് ഇനി മൂവ് ചെയ്യാൻ പോവാ. അപ്പൊ ക്രോണോളജി, പുതിയ നിയമത്തിൽ പ്രസൻസ് ഇവിടം വരെ എത്തി. നമ്മൾ അപ്പോസ്തോല പ്രവൃത്തിയുടെ പുസ്തകത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽ ഇന്ന് വരെ നിന്ന് പോയിട്ടില്ല. അത് ആരംഭിച്ചതേ അറിഞ്ഞിട്ടുള്ളൂ, നിർത്തിയത് അറിഞ്ഞിട്ടില്ല. കാരണം സ്റ്റിൽ ദ ചർച്ച് ഈസ് ഗോയിങ് ത്രൂ ദ ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽ. നമ്മൾ വിശ്വസിക്കുകയും, നമ്മുടെ വിശ്വാസ പ്രമാണം അതാ കേട്ടോ. നമ്മുടെ പെന്തിക്കോസ് വിശ്വാസ പ്രമാണം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രവർത്തികൾ തീർന്നിട്ടില്ല. ആസ് ലോങ് ആസ് ദ ചർച്ച് ഈസ് ദെയർ, ദൈവസഭ ഉള്ളിടത്തോളം കാലം ഈ പ്രവൃത്തി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പെന്തിക്കോസ്റ്റൽ എക്സ്പീരിയൻസിൽ വന്നിട്ട് പ്രസൻസ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ശ്രദ്ധിച്ച്, അതിനുള്ള കാരണം കൂടിയുണ്ട് അല്ലേ. നമ്മൾ 1 കൊരിന്ത്യയിലോ 2 കൊരിന്ത്യയിലോ നമ്മൾ പറയുന്നു, ഡോണ്ട് യു നോ ദാറ്റ് you are the temple of God and God's Holy Spirit lives in you. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാകുന്നു, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, ഇന്ന് രാത്രി അങ്ങനെ പെന്റക്കോസ്റ്റൽ എക്സ്പീരിയൻസ് ഉള്ള ദൈവമക്കൾ ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? പണ്ട് ക്രിയേഷനിൽ നിന്ന പ്രസൻസ് ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് ഉറപ്പുള്ളവർ ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. മോശയ്ക്ക് പ്രത്യക്ഷമായതും ആദമും ഹവ്വയും അനുഭവിച്ചതും വെള്ളത്തിന് മീതെ പരിവർത്തിച്ചതും, ആമേൻ ആമേൻ, മൗണ്ട് സൈനായിൽ ഇറങ്ങി വന്നതും ടാബർനാക്കലിനകത്ത് ഇറങ്ങി വന്നതും, അത് കഴിഞ്ഞിട്ട് ഹല്ലേലൂയ പ്രീസ്റ്റും പ്രോഫറ്റിനും ലഭിച്ചതും, അത് കഴിഞ്ഞിട്ട് ടെമ്പിളിനകത്ത് നിറഞ്ഞു നിന്നതും, പെന്തിക്കോസ് നാളുകൾ മാളിക മുറിയിൽ ഇറങ്ങി വന്നതും, അതിന്റെ ആ സെയിം പവറിൽ നിങ്ങളുടെ ഉള്ളിൽ ഇന്നുണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റുന്ന ദൈവമക്കൾ ഒന്ന് ദൈവത്തെ സ്തോത്രം ചെയ്ത് ഒന്ന് ഹല്ലേലൂയ. അതുകൊണ്ട് ക്രിയേഷന് മുമ്പിലുള്ളത് വലിയ അതിശയമായി കാണേണ്ട ആവശ്യമില്ല. മോശ കണ്ടത് അതിശയമായി കാണേണ്ട ആവശ്യമൊന്നുമില്ല. അതൊന്നേക്കാട്ടിലും അതിശയമാ ആ സാന്നിധ്യം അവിടുന്ന് ഇറങ്ങി ഇന്ന് നിന്റെ ഉള്ളിൽ നിറഞ്ഞ അന്യഭാഷ അടയാളത്തോടെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആ സാന്നിധ്യമാണ് നീ അനുഭവിക്കുന്നത്. ഒരുമിച്ച് ദൈവത്തെ സ്തോത്രം ചെയ്യട്ടെ എന്ന്. ഹല്ലേലൂയ. ആ എക്സ്പീരിയൻസ് മൗണ്ട് സൈനായിയെ വിറപ്പിച്ച എക്സ്പീരിയൻസ്,
ഹല്ലേലൂയ. കത്തുന്ന മുൾപ്പടപ്പിനെ കണ്ടിട്ട് മുൾപ്പടപ്പ് കത്തുമ്പോഴും അത് ചാമ്പലായി പോകാതിരുന്ന അതേ എക്സ്പീരിയൻസാ ഇന്ന് നമുക്ക് ഒരുമിച്ച് ദൈവം നൽകി തന്നെ. ഈ 8 എക്സ്പീരിയൻസും ഒരുമിച്ച് നമുക്ക് നൽകി തന്നിട്ടാ നാം ഇന്ന് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നത്. ആമേൻ. ഹല്ലേലൂയ. പണ്ടത്തെ എക്സ്പീരിയൻസ് ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ പെന്റിക്കോസ്റ്റൽ എക്സ്പീരിയൻസ് വന്ന എന്തറിയാം, ആദ്യത്തെ 7 അവസാനത്തെ 8ാമത്തെ എല്ലാം ഒരുമിച്ച് നമുക്ക് നൽകി തന്നിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ സൃഷ്ടിക്കുവാൻ കഴിവുള്ളതും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നതും ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നതും ഡയറക്റ്റ് ചെയ്യുന്ന ഫിൽ ചെയ്യാനും പറ്റുന്നതും നമ്മളെ മുൻപോട്ട് നയിക്കുന്നതും നമ്മളെ നിറച്ചു നിർത്തുന്നതും അത് മാത്രമല്ല നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതും ദൈവ സാന്നിധ്യമാണ്. ഇനി ദൈവ സാന്നിധ്യത്തിന്റെ കെമിസ്ട്രി നമ്മൾ നോക്കാൻ പോവാ. ഓക്കെ, കെമിസ്ട്രി നമ്മൾ ഓൾഡ് ടെസ്റ്റ്മെന്റ് അല്ല നോക്കേണ്ടത്, കെമിസ്ട്രി നോക്കേണ്ടത്. കാരണം ഓൾഡ് ടെസ്റ്റ്മെന്റ് ആ ഒരു ക്രോണോളജി അവസാനം എത്തിച്ചേർന്നത് അപ്പോസ്തല പ്രവൃത്തിയിലുള്ള പുസ്തകത്തിലാണ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത് അപ്പോസ്തല പ്രവൃത്തിയിൽ നടന്ന സകലതും നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് പെട്ടെന്ന് ചില കാര്യങ്ങളൊന്ന് നോക്കാം. ഒന്ന്, നമ്പർ 1, the chemistry of the presence. Number 1, God empowers the weak and make them strong. ദൈവം ബലഹീനനെ ബലവാനാക്കി മാറ്റുന്ന ഒരു ദൈവ സാന്നിധ്യമാണ്. അതിന്റെ അർത്ഥം പറയാം. മസിൽ വെക്കും എന്നല്ല ഞാൻ പറഞ്ഞത്, മസിൽ ഒന്നും വെക്കത്തില്ല, നമ്മുടെ ബോഡി സ്ട്രക്ചർ ഒന്നും മാറത്തൊന്നുമില്ല കേട്ടോ. നമുക്ക് പ്രത്യേകമായി ദിവ്യമൊക്കെ ഒന്ന് കയറി വരുമെന്നൊന്നുമില്ല. മോശയുടെ മുഖം ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് ഗ്ലോ ചെയ്തു, വെയിലിടേണ്ടി വന്നു, അങ്ങനത്തെ കാര്യം ഒന്നും പുതിയ നിയമത്തിൽ സംഭവിക്കുന്നില്ല, പുതിയ നിയമത്തിൽ സംഭവിച്ചിട്ടുമില്ല. ഇനി ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ അത് നിങ്ങളുടെ ഒരു മാനസിക സങ്കല്പമാണെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ദൈവവചനം അങ്ങനെ പഠിപ്പിക്കുന്നില്ല. ദൈവവചനത്തിൽ പ്രസൻസ് വരും. ഇത് ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പെഷ്യലി നമ്മൾ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവ സാന്നിധ്യത്തെ ഇന്നത്തെ സഭകൾ അതിനൊരു കോമഡി ആക്കി മാറ്റി വെച്ചേക്കുക. പല ദൈവദാസന്മാരുടെ കോമഡി ഷോ നമ്മൾ കണ്ടിട്ടുണ്ട്, ഭയങ്കര കോമഡി ആക്കി മാറ്റി വെച്ചേക്കുക. ദൈവ സാന്നിധ്യം നമ്മളെ ഒരാൾമാറാട്ടം നടത്തി നമ്മളെ വേറെ എന്തോ ഒരു വ്യക്തിയാക്കി മാറ്റുന്നതല്ല. പക്ഷെ ദൈവ സാന്നിധ്യം വരുമ്പോൾ ബലഹീന പാത്രത്തിൽ തന്റെ ബലം പകർന്ന് നമ്മളിൽ കൂടി ചില അസാധാരണ കാര്യങ്ങൾ ചെയ്തെടുപ്പിക്കും. ശ്രദ്ധിച്ചേ, ഈ സാന്നിധ്യം ഇറങ്ങി വന്നപ്പോൾ ഈ ശിഷ്യന്മാര് ഈ മാളിക മുറി എന്ന് പറയുന്ന, ശ്രദ്ധിക്കണം, അത് ഇന്ന് ഭയങ്കര ഒരു പിൽഗ്രിം സ്പോട്ടും ഭയങ്കര അട്രാക്ഷൻ സ്പോട്ടും എന്താ പറയുന്നത്, ഇന്ന് പലർക്കും ടൂറിസം സ്പോട്ടുമായി ഇന്ന് മാറി. പക്ഷെ ശിഷ്യന്മാരെ സംബന്ധിച്ച് അവരുടെ ഹൈഡിങ് സ്പോട്ടായിരുന്നു അത്. ശിഷ്യന്മാരെ സംബന്ധിച്ച് മാളിക മുറിയിൽ അവർ ചെന്നപ്പോൾ ഇരുന്നത് ഒരു ഹൈഡിങ് സ്പോട്ടായിരുന്നു. അവർ ഹൈഡ് ചെയ്യുമായിരുന്നു. അപ്പർ റൂം എന്ന് പറഞ്ഞ ഒരു ഹൈഡിങ് സ്പോട്ടാണ്, ആരും അറിയാതിരുന്ന സ്ഥലമാണ് ഹൈഡിങ് സ്പോട്ട്. എന്തുകൊണ്ട് ഹൈഡിങ് സ്പോട്ട്? ഇവർ നോക്കിയപ്പോൾ ഇവരുടെ നാഥനും പോയി, എല്ലാം പോയി, ഇനിയിപ്പോ ഒന്നും ബിസിനസ് ഇല്ലാതെ, ഹീലിംഗ് ഒന്നും നടക്കുന്നില്ല, ബിസിനസ് ഒന്നും നടക്കുന്നില്ല, 50 ദിവസവും ചുമ്മാ ഇങ്ങനെ കാത്തിരിക്കുക, ഒരു സ്ഥലത്ത് പേടിച്ചിരിക്കുക. ഹൈഡിങ് പ്ലേസിനെ പബ്ലിക് പ്ലേസ് ആക്കി മാറ്റിയതാ ദൈവത്തിന്റെ സാന്നിധ്യം. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തെ അറിഞ്ഞതും കൊണ്ടും കർത്താവിനെ പിൻഗമിച്ചതും കൊണ്ടും അവർ ബലഹീനന്മാർ. അവരൊക്കെ ബലഹീനന്മാരാ. ഇവര് മീൻപിടുത്തക്കാർ, വലിയ ബലമൊന്നുമില്ല. ഇവരൊക്കെ പേടിച്ച് രാഷ്ട്രീയ പിടിപാടൊന്നുമില്ല, ലോക പിടിപാടില്ല, ഒന്നുമില്ലാതെ 12-13 പേരും 120 പേരും ഒക്കെ ഇങ്ങനെ ചുമ്മാതെ ഒളിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലത്ത് ദൈവസാന്നിധ്യം ഇറങ്ങിയപ്പോൾ അവരെ ബലവാന്മാരാക്കി മാറ്റി. അവരെ ആ പേടിയെല്ലാം മാറി. അവരൊക്കെ ഭയങ്കര ഭയമില്ലാത്ത ആൾക്കാരായി മാറിയത് ദൈവത്തിന്റെ സാന്നിധ്യമാണ്. പെട്ടെന്ന് മസിൽ ഡെവലപ്പ് ഒന്നും ആയില്ല. അവരുടെ രൂപവും അവരുടെ ഫേസും മുടിയും ഒന്നും മാറിയില്ല. പക്ഷെ അവരുടെ ഉള്ളിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചു. ഇന്ന് രാത്രി ഞാൻ പറയാം, നീ ഭയപ്പെടുന്ന, വേദനിക്കുന്ന, ഭാരപ്പെടുന്ന,
നിന്റെ ഏറ്റവും ഡൗൺ ഫേസിൽ നിന്നെ നിറയ്ക്കുന്ന ഒരു ദൈവ സാന്നിധ്യം വരുമ്പോൾ നിന്റെ ഉള്ളിലെ ഭയമെല്ലാം ഒന്ന് മാറി നീ ഒന്നിനെയും ഭയക്കാത്ത ഒരു വ്യക്തിയാക്കി മാറ്റുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഇന്ന് രാത്രി ഞാൻ ഇത് പറയുമ്പോൾ തന്നെ ഭയത്തിന്റെ ആത്മാവിനെ യേശു പുറത്താക്കട്ടെ. ഭയത്തിന്റെ ആത്മാവിനെ ദൈവവചനത്തിൽ കൂടി ദൈവാത്മാവ് പുറത്താക്കട്ടെ. ഹാലലൂയ. ചില വ്യക്തി ജീവിതങ്ങൾ, ചില കുടുംബങ്ങൾ, ഹാലലൂയ, എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞ ഭയത്തോടിരിക്കുമ്പോൾ, വേദനയോടിരിക്കുമ്പോൾ, ഹൈഡിങ് ആയിരിക്കുമ്പോൾ നിന്റെ ആ ഹൈഡിങ് സ്പോട്ടിനെ ഏറ്റവും ബ്ലസ്സഡ് സ്പോട്ടാക്കി മാറ്റുവാൻ എന്റെ ദൈവം ശക്തനാണെന്ന് വിശ്വസിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ദൈവത്തിന് സ്തോത്രം ചെയ്തു. ദൈവമക്കളെ, ഹാലലൂയ, നമ്മുടെ ബലഹീനതകളെ ബലമാക്കി മാറ്റുവാൻ, നമ്മുടെ ഏറ്റവും വീക്ക് പോയിന്റിനെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് പോയിന്റ് ആക്കി മാറ്റുവാൻ ദൈവം ശക്തനാ. ഇന്ന് രാത്രിയിൽ വിശ്വസിക്കാൻ പറ്റുന്ന ദൈവമക്കളെ, ഒന്ന് ദൈവത്തെ സ്തോത്രം. നമ്മുടെ വീക്ക്നെസ് ഒന്നും മറക്കണ്ട. കർത്താവിനോട് പറ, കർത്താവ് ഇതാ എന്റെ വീക്ക് പോയിന്റ്. ഹാലലൂയ. ഞാനിത് പറയുമ്പോൾ ചിലരോട് ദൈവാത്മാവ് ശുശ്രൂഷിച്ചിട്ടാ പറയുന്നത്, ശുശ്രൂഷയോടാ പറയുന്നത്. ശുശ്രൂഷിച്ചോടിരിക്കുക ചില കുടുംബങ്ങളോട്. ഹാലലൂയ. വീക്ക് സ്പോട്ടിനെ മറയ്ക്കാൻ നോക്കുന്ന വ്യക്തികളെ, നിങ്ങളുടെ വീക്ക് പോയിന്റിനെ മറയ്ക്കാൻ നോക്കുന്ന വ്യക്തികളെ ദൈവാത്മാ പറയാം, ആ വീക്ക് പോയിന്റ് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ ആ വീക്ക് പോയിന്റിനകത്ത് ദൈവം തന്നെ സാന്നിധ്യം നൽകി അതിനെ ഏറ്റവും സ്ട്രോങ് പോയിന്റ് ആക്കി മാറ്റുവാൻ എന്റെ ദൈവം ശക്തനായ ദൈവമാ. ആ കരങ്ങൾ ഉയർത്തി, കരങ്ങൾ തട്ടി ഒന്ന് ദൈവത്തെ സ്തോത്രം ചെയ്യാൻ പറ്റുന്ന ദൈവമക്കൾ ഒരുമിച്ചൊന്ന് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ആമേൻ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ദൈവത്തെ സ്തോത്രം ചെയ്യാം. അന്യ ഭാഷകളോട് ഈ സമയത്ത് തന്നെ ഭയത്തിന് ആത്മാ പുറത്തു പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഭാവിയോടുള്ള ഭാവിയെ നോക്കി ഭീതിപ്പെടുത്തുന്ന, ഭാരപ്പെടുത്തുന്ന എല്ലാ ഭയത്തിന് ആത്മാവിനെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുക. യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ. നാളെ ജോലിയുടെ വിഷയം, നാളെ പണത്തിന്റെ വിഷയം, കുഞ്ഞുങ്ങളുടെ ഭാവിയെ സംബന്ധിച്ച്, ശുശ്രൂഷയോട് സംബന്ധിച്ച് എല്ലാം തീർന്നു പോകുമല്ലോ, എല്ലാം ഭയപ്പെടുത്തുന്ന ആ ഭീതിയുടെ ആത്മാവ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി മാറിപ്പോകട്ടെ. ഞാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ശരീരങ്ങൾ വിട്ടുമാറിപ്പോകട്ടെ, ഭവനങ്ങൾ വിട്ടുമാറിപ്പോകട്ടെ. ഒരുമിച്ച് ദൈവജനം ദൈവത്തെ സ്തോത്രം. അന്യഭാഷകൾ അല്പനേരം നിങ്ങൾ ഈ കേട്ട വചനങ്ങൾ അന്യഭാഷകളിൽ നിന്ന് ഒരുമിച്ച് സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തോത്രം ചെയ്തു വന്ന Oh Shabala Rasianda Nabashike Rectini Vigana Nebo Shabadala Vigene Nibigatura Bauda Legacia. We speak healing, oh God. We speak healing in the name of Jesus. Every spirit of fear, we command in the name of Jesus to leave the bodies. Right now, in the name of Jesus, leave the bodies, leave the houses. In the name of Jesus, every spirit of fear, മരണത്തെ ഭയപ്പെടുന്ന മരണഭയം യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ. മരണഭയം യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ. ദൈവമക്കളെ, presence will make you free from fear. Presence of God will make you free from fear. Do you see that? Presence of Lord will make you free from fear. അതുകൊണ്ട് നമ്മൾ പാട്ട് പാടുമ്പോൾ ഇങ്ങനെ പാടാറുണ്ടല്ലോ. ഇംഗ്ലീഷിൽ പാട്ടുണ്ട്, I am no longer a slave of fear. I am no longer a slave of fear. I trade my sorrows. I trade my fear. I trade my shame for the presence of the Lord. Your presence is heaven to me. Let me just start on that. So number one, the chemistry is നമ്മൾ ശരീരത്തിൽ വീക്കായിരിക്കുമ്പോൾ തന്നെ, നമ്മൾ ആത്മാവിൽ വീക്കായിരിക്കുമ്പോൾ തന്നെ നമ്മളെ സ്ട്രെങ്തൻ ചെയ്യുന്നതാ ദൈവത്തിന്റെ സാന്നിധ്യം. Amen. അതുകൊണ്ടാ പൗലോസ് പറയുന്നത്, when I am weak then I am strong. When I am weak then I am strong. ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ I am strong. I can do all things through him who strengthens me. Amen. Praise God. രണ്ടാമത്തെ കാര്യം, the chemistry of the presence. രണ്ടാമത്തെ കാര്യം, presence of the Lord will not eliminate oppositions and criticisms. ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ഉള്ള ഒപ്പോസിഷനെ മാറ്റത്തില്ല. ഒപ്പോസിഷൻ എന്ന് പറയുമ്പോൾ എതിർപ്പുകളെ മാറ്റുകയില്ല, ക്രിറ്റിസിസംസിനെയും മാറ്റത്തില്ല. പക്ഷേ എതിർപ്പുകളെയും ക്രിറ്റിസിസംസിനെയും അതിന്റെ ആ ഗ്രൗണ്ടിനെ, എതിർപ്പിന്റെ ഗ്രൗണ്ടിനെയും ക്രിറ്റിസിസമിന്റെ ഗ്രൗണ്ടിനെയും പുൾപിറ്റ് ഓഫ് പ്രൊക്ലമേഷൻ ആക്കി മാറ്റും. പുൾപിറ്റ് ഓഫ് പ്രൊക്ലമേഷൻ ആക്കി മാറ്റും. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ദൈവ സാന്നിധ്യം വരുമ്പോൾ എന്റെ എതിരാളികളെല്ലാം ഛിന്ന ഭിന്നമായി മാറുന്നുള്ള നമ്മുടെ പാട്ടുകളൊക്കെ ഉണ്ടെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കാറില്ല.
നമ്മുടെ എതിരുകൾ ഒന്നും ചിന്ന ഭിന്നമൊന്നും ആയി പോവുകയില്ല ദൈവമക്കളെ. എതിരാളികൾ നിൽക്കുമ്പോൾ തന്നെ അവർ ക്രിറ്റിസിസവും ചെയ്യും. അവിടെ എഴുതി നമ്മള് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 12-13 വാക്യങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ, ഈ ശിഷ്യന്മാരെല്ലാം അന്യഭാഷകളിൽ ദൈവാത്മാവിൽ നിറഞ്ഞ ദൈവസാന്നിധ്യം അനുഭവിക്കുമ്പോൾ ആൾക്കാർ അവരെ കളിയാക്കുന്നുണ്ട്. ഈ സമയത്താണോ നിങ്ങൾക്ക് കുടിക്കാൻ കിട്ടിയത്, ഈ സമയത്ത് നിങ്ങൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവരെ കളിയാക്കും. അവിടെ ഇംഗ്ലീഷ് എഴുതിക്കുന്നത് they were mocking disciples. ശ്രദ്ധിച്ചേ, the ground of mockery became the pulpit of proclamation. ഞാൻ ഇത് പറയുമ്പോൾ ഞാൻ നിറഞ്ഞ ദൈവാത്മാവിലെ പറയുന്നത്, ദൈവമക്കളെ, വിശ്വാസികളെ, നിങ്ങൾ ദൈവസാന്നിധ്യം ഉള്ളതും കൊണ്ട് എതിരാളികൾ ഇനി കാണത്തില്ല. എതിരാളികൾ കാണുകേ നിങ്ങൾ വലിയ ആൾക്കാരായി മാറുന്ന ഒന്നുമല്ല. എതിരാളികൾ നിൽക്കുമ്പോൾ തന്നെ, നിങ്ങൾക്ക് എതിർപ്പുകൾ ഉണ്ടാകുമ്പോൾ, നിങ്ങൾക്ക് ക്രിറ്റിസിസംസ് ഉണ്ടാകുമ്പോൾ, അതിന്റെ മധ്യത്തിൽ നിങ്ങളെ വ്യക്തികൾ ഏത് കാരണം പറഞ്ഞാൽ നിങ്ങളെ ക്രിറ്റിസൈസ് ചെയ്ത്, ആ കാരണം കൊണ്ട് തന്നെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ആ കാരണം പറഞ്ഞു തന്നെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഞാൻ ഇത് പ്രവചനാത്മാവിൽ അച്ഛനോട് പറയുന്നത്, വിശ്വസിക്കാൻ പറ്റുന്ന സ്തോത്രം ചെയ്തു. നിങ്ങളെ ഏത് കാരണം ചൊല്ലി നിങ്ങളെ വിരൽ ചൂണ്ടി കളിയാക്കി താഴ്ത്തി, അതേ കാരണം കൊണ്ട് തന്നെ നിങ്ങളെ ഉയർത്തുവാൻ എന്റെ ദൈവം ശക്തനാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്തു വന്നു. ജൂറാബ ശബ്ദൽ, നീ തന്നെ ഒരു കാരണം കണ്ട, അയ്യോ ഇത് നിമിത്തം ഞാൻ അങ്ങ് താഴ്ത്തപ്പെട്ടു പറഞ്ഞ, ആ കാരണത്തെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആക്കി മാറ്റാൻ എന്റെ ദൈവത്തിന് പറ്റുമെന്ന് വിശ്വസിക്കാൻ പറ്റുന്നവർ ഒന്ന് ദൈവത്തെ സ്തോത്രം ചെയ്യാൻ പറ്റുമോ ഇന്ന് രാത്രി? ജൂറാബ ശബ്ദലഗസിയ. ഞാൻ സർമൺ അല്ല പറയുന്നത്, ഇത് പ്രവചനാത്മാവിൽ, ദൈവത്തെ ആത്മാവിൽ ചിലർ ദൂത് വിളിച്ചു പറയുന്നു. നമ്മുടെ ശരീരത്തിൽ വരുന്ന ചില താഴ്ചകൾ, നമ്മുടെ കുടുംബത്തിലായിരിക്കുന്ന ചില വിഷയങ്ങളെ നോക്കി ആൾക്കാർ കളിയാക്കുമ്പോൾ, ഒരു ചോദ്യ ചിഹ്നമായി നിൽക്കുമ്പോൾ, ആ ചോദ്യ ചിഹ്നം നിമിത്തം തന്നെ നിന്നെ ഒരു ബ്ലസ്സിംഗ് ആക്കി മാറ്റുവാൻ, അവരെയും ബ്ലസ് ചെയ്യുവാൻ കർത്താവ് കാരണമാക്കി തീർക്കുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവർ ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്തു വന്ന ജൂറാബ ശംദലഗസിയ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി ഞാൻ ഇത് പറയുമ്പോൾ തന്നെ നിറഞ്ഞ ഹൃദയത്തോടെ പറയാം ദൈവമക്കളെ, ഞാൻ വിശ്വാസത്തിൽ ഇറങ്ങിയപ്പോൾ, മിനിസ്ട്രിക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ ഒത്തിരി പേര് ചോദ്യം ചെയ്തിട്ടുണ്ട്. കുടുംബക്കാരൊന്നും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. പല കുടുംബക്കാർ, ഞങ്ങളുടെ കുടുംബത്തിലുള്ള പലർക്കും ഒരു നിന്ദാപാത്രമായി മാറി. മർത്തോമാ കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ ആമേൻ, നീ ഒരു അച്ഛനായി മാറിയാണെങ്കിലും അതിനകത്ത് ഒരു മാനമുണ്ടായിരുന്നല്ലോടാ എന്ന് പറഞ്ഞിട്ട് ക്രമത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് 4-5 വർഷം സീഹോർ ആശ്രമത്തിലൊക്കെ പോയി അച്ചപ്പട്ടത്തിന് വേണ്ടി ഉള്ള പ്രിപ്പറേഷൻ, ഡിസൈപ്പിൾഷിപ്പ് ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ അതെല്ലാം മാറ്റി വെച്ചിട്ട് കർത്താവിന്റെ വയലില് ഒരു പാസ്റ്റർ എന്ന നിലയിൽ ഞാൻ ഇറങ്ങിയപ്പോൾ കുടുംബക്കാരെല്ലാം ഒരുമിച്ച് എന്നെ താഴ്ത്തി നോക്കിയവരുണ്ട് ദൈവമക്കളെ. പക്ഷെ ശ്രദ്ധിക്കണം, ഇന്ന് അവരുടെ എല്ലാവരും മുമ്പിൽ കർത്താവ് നമ്മളെ ഒക്കെ നടത്തുന്ന വഴികളെ നോക്കുമ്പോൾ അവർ പറയും, ഏത് കാരണം പറഞ്ഞ എന്നെ താഴ്ത്തിയത്, അതേ കാരണം വെച്ച് ദൈവം ഇന്ന് റെസ്പെക്ട് നൽകി തന്നിട്ടുണ്ട്. ഞാൻ പറയുന്ന ദൈവമക്കളെ, അവൻ ആർക്കും കടക്കാരനല്ല. ദൈവം ആർക്കും കടക്കാരനല്ല. കർത്താവിന്റെ നാമത്തിൽ ഒരു നിന്ന സഹിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവിന്റെ വായിൽ ഇറങ്ങിയതും കൊണ്ട് ഒരു നിന്ന സഹിച്ചിട്ടുണ്ടെങ്കിൽ, ഈ വിശ്വാസത്തിൽ ഇറങ്ങിയതും കൊണ്ട് ഒരു നിന്ന നീ സഹിക്കുന്നുണ്ടെങ്കിൽ, ആ നിന്നയെ ഏറ്റവും വലിയ മാനമാക്കി മാറ്റുവാൻ എന്റെ ദൈവം ശക്തനായ ദൈവമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ദൈവത്തെ സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. കുരേനായ ശിമോന് ആ ക്രൂശ് എടുത്തതും കൊണ്ട് ഇന്ന് ലോകം മൊത്തം ഇന്നും അദ്ദേഹത്തെ ഓർക്കുന്നുണ്ടെങ്കിൽ, നമ്മളൊക്കെ എടുക്കുന്ന ക്രൂശ്, വലിയ ക്രൂശ് നമ്മൾ ഒന്നും സഹിച്ചിട്ടില്ല ദൈവമക്കളെ. അല്പമൊക്കെ സഹിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ക്രിസ്ത്യാനിത്വം അല്ലെങ്കിൽ വിശ്വാസത്തിൽ വന്നതുകൊണ്ട് ഹല്ലേലൂയ നമ്മുടെ ഒപ്പോസിഷൻസ് മാറിപ്പോകുന്നു ചിന്തിക്കുവാണെങ്കിൽ ഒരിക്കലും ഉണ്ടാകത്തില്ല. അവർ നിൽക്കുമ്പോൾ തന്നെ, അവരെ കളിയാക്കുന്ന വാക്കിന് മുമ്പിൽ തന്നെ ദൈവം നമ്മളെ നടത്തും. അവരവിടെ നിൽക്കും, അതിന് മുമ്പിൽ ദൈവം നമ്മളെ നടത്തും. അവരെ ഇല്ലായ്മയാക്കത്തില്ല. ശ്രദ്ധിക്കണം, പ്രസൻസ് അവരെ ഇല്ലായ്മയാക്കത്തില്ല. നിങ്ങൾ ആരെങ്കിലും കർത്താവേ എനിക്ക് അങ്ങ് ദൈവ സാന്നിധ്യം നൽകി തന്നെ ഇവരെ എല്ലാം ഛിന്ന ഭിന്നമാക്കുന്നു, അങ്ങനൊന്നും ദൈവവചനം എങ്ങും എഴുതിയിട്ടില്ല ദൈവമക്കളെ. അങ്ങനെ ഒരിക്കലും നടക്കാറില്ല. അതുകൊണ്ട് ഉള്ളത് നമുക്ക് ശരിയായ കെമിസ്ട്രി നമുക്ക് വിശ്വസിക്കാം. മൂന്നാമത്തെ കെമിസ്ട്രി, presence didn't make them rich but comforted many poor. അതിന്റെ അർത്ഥം, ദൈവ സാന്നിധ്യം ഇവരെ ആരെ പണക്കാരാക്കി മാറ്റിയില്ല. ദൈവ സാന്നിധ്യം ഒരു മനുഷ്യനെ പണക്കാരനാക്കി മാറ്റുകയില്ല.
പക്ഷേ പല പാവപ്പെട്ടവർക്കും ദൈവ സാന്നിധ്യം ഒരു കംഫർട്ടായി മാറും. ദൈവമക്കളെ, ദൈവ സാന്നിധ്യം നിറയുമ്പോൾ പണം നിറയും എന്നുള്ള തിയോളജി ദൈവശാസ്ത്രമല്ല. ശ്രദ്ധിക്കണം. പണം നല്ല കാര്യം, നിങ്ങൾക്ക് പണമൊക്കെ ഉണ്ടെങ്കിൽ നല്ല കാര്യം, അത്. പക്ഷെ ഇതിനൊന്നും പേര് ദൈവ സാന്നിധ്യം എന്ന് കൊടുക്കല്ലെന്നേ ഉള്ളൂ. പണം ഉണ്ടാക്കുന്നല്ല. നിങ്ങൾക്ക് അല്പം നല്ല കഴിവുണ്ടോ, അല്പം ബുദ്ധിയുണ്ടോ, സ്മാർട്ട് ആണോ, ഇന്റലിജന്റ് ആണോ, പണം ഉണ്ടാക്കാൻ പറ്റും. അതിന് ഒരു തെറ്റുമില്ല. നിങ്ങൾ പണം ഉണ്ടാക്കണം, അന്ന് തെറ്റില്ല. പക്ഷെ ദൈവ സാന്നിധ്യം പണം നിറയ്ക്കുവാണെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര മോശപരമായ കാര്യമാണ്. ദൈവ സാന്നിധ്യം ചരിത്രത്തിൽ ആർക്കും പണം വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടില്ല. ദൈവ സാന്നിധ്യം ഇറങ്ങിയത് കൊണ്ട് ഒരു ചെറിയ ഒരു കുടില് പെട്ടെന്ന് ഒരു പാലസായി ഒന്നും മാറത്തില്ല. ശ്രദ്ധിക്കണം ദൈവമക്കളെ. വിശ്വാസത്തിൽ കടന്നു വന്ന നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാം. പണം ഉണ്ടാക്കുന്ന ഒരു പരിപാടി അല്ല ദൈവ സാന്നിധ്യം. പലർക്കും പണം ഉണ്ടാക്കാൻ വേണ്ടി പലതും പ്രയോഗിക്കുമായിരിക്കും. അതൊന്നും ദൈവ സാന്നിധ്യമല്ല. ദൈവ സാന്നിധ്യം പല പണക്കാരുടെ പണം അവരുടെ കയ്യിൽ നിന്ന് പോയി പാവപ്പെട്ടവന്റെ കയ്യിൽ ഇറങ്ങിയതാണ് ദൈവ സാന്നിധ്യം. ദൈവ സാന്നിധ്യം എന്ന് പറയുമ്പോൾ പണക്കാരുടെ കാശ് ഇറങ്ങി പാവപ്പെട്ടവരുടെ പോക്കറ്റിൽ പോയതാ ദൈവ സാന്നിധ്യം. ശ്രദ്ധിച്ച് അവിടെ എന്ത് സംഭവിച്ചേ? ദൈവ സാന്നിധ്യം ഇറങ്ങിയപ്പോൾ അപ്പോസ്തലന്മാർ പ്രസംഗിക്കുകയൊന്നും ചെയ്തില്ല. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കണം എന്ന് ഒരു പ്രസംഗം നടന്നിട്ടില്ല. ആൾക്കാർക്ക് തോന്നി അവരവരെ പ്രോപ്പർട്ടിയും വിറ്റ് എല്ലാം വിറ്റിട്ട് അവരൊക്കെ കൊണ്ടുവരുന്നത്. അത് പ്രസംഗം നിമിത്തം ഉണ്ടായതൊന്നും അല്ല. ദൈവ സാന്നിധ്യം നിറഞ്ഞപ്പോൾ ഇതൊന്നും വേണ്ട. അങ്ങനെയുള്ളപ്പോൾ പാവപ്പെട്ടവരെ കരുതുവാൻ വേണ്ടി പണക്കാർ ചെയ്ത ഒരു പരിപാടിയായിരുന്നു. പാവപ്പെട്ടവരെ കരുതുവാൻ വേണ്ടി പണക്കാർ ചെയ്ത ഒരു പരിപാടിയായിരുന്നു. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ഈ കോവിഡ് വന്നപ്പോൾ നമുക്ക് ഒരു കാര്യമൊക്കെ മനസ്സിലായല്ലോ. നമ്മുടെ പണമൊന്നും നമ്മളെ രക്ഷിക്കാനൊന്നും പറ്റിയിട്ടില്ല, അല്ലെ? കോവിഡ് വന്നപ്പോൾ നമ്മൾ മനസ്സിലായി. എനിക്ക് നിങ്ങളോട്, ഞാൻ കഴിഞ്ഞ ആഴ്ച എന്റെ സഭയോടുള്ള ദൂത് പറഞ്ഞപ്പോൾ എനിക്ക് ദൈവാത്മാവിൽ നിങ്ങളോട് പറയാനുള്ള ദൂതുണ്ട്. ദൈവമക്കളെ, ഈ സമയത്ത് നമ്മുടെ ബാങ്കിലുള്ള പണമോ നമ്മുടെ പ്രോപ്പർട്ടി പണം, നമുക്ക് എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അതിനൊരു വാല്യൂ ഉണ്ടെങ്കിൽ ഈ സമയത്തേ ഉള്ളൂ. എന്തെന്നറിയാമോ? അനേക ദൈവമക്കളും നമ്മുടെ ഇന്ത്യ രാജ്യത്തിൽ കഷ്ടപ്പെട്ട് മരിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മുടെ സേവിങ് അക്കൗണ്ടിനകത്ത് ഈ ബാലൻസ് ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മളെ നോക്കി വിരൽ ചൂണ്ടി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇത് ആർക്ക് വേണ്ടി, എപ്പോഴും വേണ്ടി വെച്ചേക്കുന്നത്? ദൈവമക്കളെ, നമ്മുടെ സേവിങ്ങിനകത്തുനിന്ന്, നമ്മുടെ പണത്തിനകത്തുനിന്ന് അല്പം ഒന്ന് അനക്കാം ഇന്ന് പറ്റിയില്ലെങ്കിൽ, കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി നടക്കാൻ പറ്റാതെ, ദൈവദാസന്മാർ അവരെ ഭാര്യമാർ വെന്റിലേറ്റർ കയറി പറ്റാതെ പൈസ ഇല്ലാതെ വിഷമിക്കുമ്പോൾ നമ്മുടെ സേവിങ്ങിൽ കിടക്കുന്ന പണമുണ്ടല്ലോ, ഇതെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യം, എന്തിനു വേണ്ടി വെച്ചേക്കുക? ദൈവമക്കളെ, അല്പമൊക്കെ നമ്മളെ ഒന്ന് എംപ്റ്റി ചെയ്യാൻ പറ്റിയാൽ അത് ഏറ്റവും വലിയ ബ്ലെസ്സഡ് ആയിത്തീരും. ഒന്ന് എംപ്റ്റി ചെയ്യാൻ പറ്റിയാൽ, ഇന്ന് കഷ്ടത അനുഭവിക്കുന്ന ജനത്തിന് വേണ്ടി അല്പം നമുക്കൊന്ന് റിലീസ് ചെയ്യാൻ പറ്റിയാൽ അത് വലിയ ബ്ലെസ്സിംഗ്. പ്രസൻസ് വരുമ്പോൾ അല്പം ഉള്ളവന് ഇല്ലാത്തവരെ കുറിച്ചുള്ള ഒരു വിചാരം വരും. അങ്ങനെ ഒരു വിചാരം, നമ്മുടെ അന്യഭാഷ പറഞ്ഞിട്ട് അങ്ങനെ ഒരു വിചാരം വരുന്നില്ലെങ്കിൽ അത് ശരിയായ പ്രസൻസ് ഒന്നും അല്ല. ശരിയായ പ്രസൻസ് അല്ല. ദൈവമക്കളെ, ഞങ്ങൾ ചെയ്യുന്നത് കൊണ്ടല്ല പറയുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ നമുക്ക് എത്രയും ഉണ്ടായിരുന്നു അത്രയെല്ലാം എംപ്റ്റി ചെയ്തിട്ട് ഇനിയും ചെയ്യാൻ പറ്റുമോ എന്നാണ് ചിന്തിക്കുന്നത്. വേറൊരു കാര്യം കൂടി, ദൈവമക്കളെ, നമുക്ക് മറ്റുള്ളവരുടെ പണം ഇവിടെ എടുത്തിട്ട് ഇവിടുന്ന് അത് കൊടുക്കുവാൻ ഈസിയാണ്. ദൈവം അതല്ല ആഗ്രഹിക്കുന്നത്. നമ്മുടെ പണം എടുത്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഈ പ്രസൻസ് അത് നടത്തണം. ഇതിനകത്തൊന്ന് സ്തോത്രം പറയാവുന്നവരുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ഉയർത്തിക്കുക. ദൈവാത്മാവിനോട് സംസാരിക്കുന്നത് പറയുന്നവരെ എന്ന കാര്യങ്ങൾ ഉയർത്തിക്കുക. കാരണം ഇതിനകത്ത് സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതിനകത്ത് മിക്കവാറും ദൈവാത്മാ സംസാരിക്കത്തില്ല. ഒന്ന് സ്തോത്രം ചെയ്ത് പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ഞാൻ നിങ്ങളെ ഇത് ചാലഞ്ച് ചെയ്തില്ലെങ്കിൽ ഞാൻ ദൈവവചനം അല്ല പ്രസംഗിക്കുന്നത്. ഇത് നിങ്ങളെ ചാലഞ്ച് ചെയ്തേ പറ്റൂ. കാരണം പ്രസൻസ് ഇറങ്ങിയപ്പോൾ സംഭവിച്ച കാര്യം, പണക്കാർ പാവപ്പെട്ടവരെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ഗൾഫിലുള്ള നിങ്ങൾ എല്ലാവരും ഭയങ്കര പണക്കാരൊന്നും അല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അല്പം പോലും എക്സ്ട്രാ ഉണ്ടെങ്കിൽ, എക്സ്ട്രാ ഉള്ളതിൽ അല്പമൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ചില ജീവിതങ്ങൾ രക്ഷപ്പെടും. ചിലരൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് ബില്ല് കൊടുക്കാൻ പറ്റും. ചിലരുടെ പട്ടിണികൾ മാറും. ദൈവമക്കളെ, നമ്മൾ വിചാരിച്ചാൽ നടക്കും. പ്രസൻസ് അത് ചെയ്യും. ആമീൻ പറയാൻ പറ്റുന്നവർ ആമീൻ പറയാം. പ്രൈസ് ഗോഡ്. ആമേൻ. നാലാമത്തെ കാര്യം, കെമിസ്ട്രി ഓഫ് പ്രസൻസ് എന്തോ ചെയ്തത്. നാലാമത്തെ കാര്യം,
presence didn't eliminate prison, but made prison a place of wonder. ഈ ദൈവത്തിന്റെ സാന്നിധ്യം കാരാഗ്രഹം ഇല്ലാതാക്കിയില്ല, പ്രിസൺ ഒന്നും ഇല്ലാതാക്കിയില്ല. ദൈവത്തിന്റെ സാന്നിധ്യം കാരാഗ്രഹത്തെ ദൈവത്തിന് അത്ഭുത കേന്ദ്രമാക്കി മാറ്റി. ദൈവമക്കളെ, നമ്മൾ ചിന്തിക്കുക പ്രസൻസ് വരുമ്പോൾ ഇനി എനിക്കൊരു പ്രിസൺ ഇല്ല. പ്രസൻസിന് വരുമ്പോൾ പ്രിസൺ ഉണ്ടാകാം, പക്ഷെ പ്രിസൺ ഉണ്ടായാലും അതിനകത്തുനിന്നും ഒരു അത്ഭുതത്തിന്റെ പരമ്പര ചെയ്യുവാൻ എന്റെ ദൈവം ശക്തനാ. പൗൽ, അവിടെ നമുക്ക് അറിയാമല്ലോ, പീറ്ററിനെ കുറിച്ച് നമുക്കറിയാം. പീറ്ററും ജോണും അല്ലെങ്കിൽ സൈലസും പോളും ഇവരെല്ലാം പ്രിസണിൽ പോയി. പ്രിസൺ മാറ്റി വെച്ചൊന്നുമില്ല, പക്ഷെ പ്രിസണിനകത്ത് അത്ഭുതം ചെയ്യുവാൻ ദൈവം ശക്തനാ. ഇന്ന് രാത്രിയിൽ വിശ്വസിക്കാൻ പറ്റുമോ ദൈവമക്കളെ? നമ്മുടെ കാരാഗ്രഹങ്ങളെ മാറ്റിയില്ലെങ്കിലും കാരാഗ്രഹം തന്നാൽ കാരാഗ്രഹത്തിന്റെ അകത്ത് അത്ഭുതം ചെയ്യുവാൻ എന്റെ ദൈവം ശക്തനാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ പ്രസൻസ് ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യാൻ പറ്റുമോ എന്ന്? ദാറ്റ് ഈസ് റിയൽ പ്രസൻസ്. ദൈവത്തിന്റെ സാന്നിധ്യം മാജിക് ചെയ്തിട്ട് കാരാഗ്രഹത്തെ ഇല്ലാതെ നോക്കത്തില്ല. കാരാഗ്രഹ അനുഭവം വന്നാലും ഹല്ലേലൂയ, മനുഷ്യൻ ബന്ധിച്ചു വെക്കുന്ന ബന്ധനങ്ങളെ പൊട്ടിച്ചിട്ട് നിന്നെ ഒരു അത്ഭുത വ്യക്തിയാക്കി, അത്ഭുതത്തിന്റെ ഉറവിടമാക്കി മാറ്റുവാൻ എന്റെ ദൈവം ശക്തനായ ദൈവമാണ്. ദാറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് ലോർഡ്. എനിക്കറിയാം സമയം മുമ്പോട്ട് പോകുന്നു, അതുകൊണ്ട് ഞാൻ വേഗം മുൻപോട്ട് പോകട്ടെ. സോ നമുക്ക് ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 16 നമ്മൾ പ്രത്യേകം അത് കാണുന്നത് അല്ലേ? പീറ്റർ ആൻഡ് സൈലസ് അവരെല്ലാം പ്രിസണിനകത്തായിരുന്നു. ദൈവം എങ്ങനെ അവിടെ അത്ഭുതം ചെയ്തു? സോ പ്രസൻസ് വന്നത് കൊണ്ട് പ്രിസൺ മാറിയില്ല, പക്ഷെ പ്രിസണിനകത്ത് അത്ഭുതം വന്നു. ആമേൻ. അഞ്ചാമത്തെ കാര്യം, പ്രസൻസ് didn't eliminate sickness but gave healing to the people. പ്രസൻസ് വന്നപ്പോൾ രോഗമൊന്നും മാറിപ്പോയില്ല. ഇനി ഒരാൾ രോഗിയാകത്തില്ലെന്ന പ്രസൻസ് ഒന്നും പറഞ്ഞില്ല. പ്രസൻസ് ഉള്ളപ്പോൾ തന്നെ പല രോഗികൾ സൗഖ്യമായിട്ടുണ്ട്. അത് 100% പല രോഗികൾ സൗഖ്യമായി. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, രോഗികൾ സൗഖ്യമായി രോഗം എന്നേക്ക് മാറിപ്പോയി എന്ന് പറയാൻ പറ്റത്തില്ല. കാരണങ്ങൾ ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പ്രത്യേകം പറയാം. ഈ സൗഖ്യമാക്കി നമുക്കറിയാലോ, പീറ്റർ ആൻഡ് ജോൺ മന്ദിരത്തിൽ പോകുമായിരുന്നു. അപ്പൊ ലെയിമായ ഒരു മുടന്തനായ ഒരു വ്യക്തി അവിടെ ഉണ്ട്. യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ നടന്നു. അതേ പത്രോസിന്റെ അമ്മായിമ്മ വളരെ സിക്കായിട്ടുണ്ട്, താൻ സിക്കായിട്ടുണ്ട്, ഈ ഡിസൈപ്പിൾസ് പലതും സിക്കായിട്ടുണ്ട്. ഞാൻ 1-2 വാക്യങ്ങൾ പ്രത്യേകം വായിക്കാം. 2 Timothy chapter 4 verse 20 എഴുതിക്കുന്ന Paul left Trophimus who was ill at Miletus. മിലിറ്റയില് ട്രോംഫിമസിനെ വിട്ടിട്ട് പൗലോസ് പോകുക. ട്രോംഫിമസിനെ കുറിച്ച് പറയുന്നത് he was sick. പൗലോസ് തന്റെ ഗാർമെന്റ് ഒരാളുടെ മേൽ വീണാൽ സൗഖ്യമാകുക അല്ലെ? ഇങ്ങനെ ഇരിക്കുന്ന പൗലോസിന്റെ നിഴല് തട്ടി സൗഖ്യമായവരുണ്ട്. ശിഷ്യന്മാരുടെ നിഴൽ തട്ടി സൗഖ്യമായവരുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാ പൗലോസിനോടൊപ്പം താമസിക്കുന്ന ട്രോംഫിമസ് ഇല്ലായി കിടക്കുക, താൻ സിക്കായി കിടക്കുക. പൗലോസ് തന്നോടൊപ്പം ഉണ്ട്. ആ സിക്കായി കിടക്കുന്ന ആ ട്രോംഫിമസിനെ വിട്ടിട്ടാ പൗലോസ് പോകുന്നത്. അതെന്താ സൗഖ്യമാക്കാത്ത? സാന്നിധ്യം സൗഖ്യമാക്കുമല്ലോ. ദൈവമക്കളെ, സാന്നിധ്യം നമ്മുടെ ശരീരത്തെ സൗഖ്യം നൽകി നമ്മളെ ഒരു വേറൊരാളാക്കി മാറ്റുമല്ല. പക്ഷെ രോഗം നിറഞ്ഞ നമ്മുടെ ശരീരം കൊണ്ട് തന്നെ പല രോഗികളെ സൗഖ്യമാക്കുവാൻ ദൈവം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ദൈവത്തിന്റെ സാന്നിധ്യം. പ്രൈസ് ഗോഡ്. അതായത് ദൈവമൊക്കെ വിശ്വാസം ചോദിക്കാറുള്ള ചോദ്യമുണ്ട്, അയ്യോ ദൈവം അങ്ങനെ ആ വ്യക്തി ഇത്രയും ഹീലിംഗ് മിനിസ്ട്രി ചെയ്യുവാണെങ്കിൽ ആ പുള്ളിക്ക് എന്താ ഇത്രയും പ്രശ്നം? എന്താ പ്രശ്നം? നമ്മൾ പലരെയും കുറിച്ച് അറിയാം. ഹീലിംഗ് മിനിസ്ട്രി ചെയ്ത പല ആൾക്കാരും അവരുടെ ശരീരത്തിൽ പല രോഗങ്ങളുണ്ട് നടക്കുന്നത്. പോളിനെ കുറിച്ച് നമുക്കറിയാം. പൗലോസ് തന്റെ രോഗത്തെ കുറിച്ച് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് ദൈവം കൊടുത്ത മറുപടി എന്റെ കൃപ നിനക്ക് മതിയെന്നാ. ആ പോള് ഭയങ്കരമായിട്ട് വേദന അനുഭവിക്കുക. ദൈവമക്കളെ ശ്രദ്ധിക്കണം, കഷ്ടതയും ഭാരങ്ങളും കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ ഇതിനകത്ത് ദൈവ പ്രസൻസ് നൽകി തന്ന നമ്മളെ ഒരു എന്തോ വലിയ വ്യക്തിയാക്കി മാറ്റാനല്ല,
നമ്മുടെ കഷ്ടതയുടെ മധ്യത്തിൽ തന്നെ അനേകരുടെ രോഗങ്ങൾക്ക് സൗഖ്യമാക്കി തീർക്കുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കും. അതാ ദൈവ സാന്നിധ്യം. ദൈവസഭ അത് മനസ്സിലാക്കിയൊന്ന് ദൈവത്തെ സ്തോത്രം ചെയ്യാൻ പറ്റുമോ? പല ചോദ്യങ്ങൾക്ക് മറുപടിയായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ നൽകി തരാൻ പോകുക. നമ്മൾ കഷ്ടത അനുഭവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ആ കഷ്ടതയും കൊണ്ട് നടക്കുമ്പോൾ വേറെ പലർക്കും അതൊരു ബ്ലെസ്സിംഗ് ആക്കി തീർക്കുന്നുണ്ട്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവദാസന്മാരായ ഞങ്ങൾക്ക് ദൈവമക്കളെ, ഞങ്ങൾ ചിരിച്ച മുഖത്തോട് നിങ്ങളെ എല്ലാ ദിവസവും ഞങ്ങൾ ഇങ്ങനെ എക്സോർട്ട് ചെയ്യും അല്ലെ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിങ്ങളുടെ പാസ്റ്റർമാർക്ക് പുൾപിറ്റിൽ എല്ലാ ഫ്രൈഡേയിലും കടന്നു വന്ന് അവർ പ്രസംഗിച്ച് സാരമില്ല സഹോദര, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, ദൈവം നിങ്ങളെ നടത്തുമെന്ന് അവർ നിങ്ങളെ വളരെ എക്സോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാമോ അവർ എത്ര വേദനയുമായിട്ട് അവിടെ നിൽക്കുന്നത്? അവരുടെ പേഴ്സണൽ ലൈഫിൽ അനവധി കഷ്ടങ്ങളും ഭാരങ്ങളും, അവർക്ക് ചോദ്യത്തിന് മറുപടി ഇല്ലാതിരിക്കുമ്പോഴും അനേകരെ ശുശ്രൂഷിക്കുന്നു. എല്ലാ ദിവസവും എഴുന്നേറ്റ് ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങൾക്കറിയോ എത്ര ബ്ലീഡിംഗ് ആണ് അവർ ബ്ലീഡ് ചെയ്തിട്ട പലരെയും ശുശ്രൂഷിക്കുന്നത്. സൺഡേ ഒക്കെ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, വിശ്വാസങ്ങളിലൊക്കെ തയ്യാറായി വരുക, കർത്താവേ ഇന്ന് ഞങ്ങളോട് സംസാരിക്കണമേ, ഇന്ന് ഞങ്ങളോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചു വരുമ്പോൾ ഞങ്ങൾ തകർന്നിരിക്കുമ്പോഴും ഞങ്ങളുടെ തകർച്ചയിൽ കൂടി അനേകരെ കർത്താവ് ഉറപ്പിച്ചുകൊണ്ടിരിക്കുക. സൺഡേ പ്രൈസ് ഗോഡ്. സാറ്റർഡേ രാത്രി ഉറങ്ങാതെ ചിലപ്പോൾ വരുന്നത്. സാറ്റർഡേ രാത്രിയിൽ ചില ടെൻഷനും കൊണ്ടും ഭാരം കൊണ്ടും ഉറങ്ങാതെ വിഷമിച്ച് ഇരുന്നിട്ട് സൺഡേ വന്നിട്ട് ജനത്തെ ആശ്വസിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണം മക്കളെ, എല്ലാം നന്നായിട്ടും എല്ലാം ഭംഗിയായി ഇരുന്നിട്ടൊന്നും അല്ല. ഇത് തകർന്നുകൊണ്ടിരിക്കുമ്പോൾ തകർച്ചയുടെ മധ്യത്തിൽ, വേദനയുടെ മധ്യത്തിൽ, ആ വേദന അനുഭവിച്ച് ഞങ്ങൾ ദൈവത്തിനെ ആത്മാവിൽ വിളിച്ചു പറയുമ്പോൾ ആ മറ്റുള്ളവരെ പല വേദനയെ ഒപ്പിയെടുക്കുക. അതാ പ്രസൻസ്. ഒന്ന് ദൈവമക്കൾ ദൈവത്തെ സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ഇന്നും നിങ്ങൾ ഒരു വേദനയിൽ കൂടി കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വേദനയിൽ കൂടി വേറെ പലരെയും ആശ്വസിപ്പിക്കുവാൻ ദൈവത്തിന്റെ പ്രസൻസ് നിങ്ങൾക്ക് നൽകി തരാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് ഏറ്റെടുക്കാൻ പറ്റുമോ? കർത്താവേ, എന്റെ ഭാരം ആദ്യം മാറ്റാൻ, പിന്നെ അവരുടെ ഭാരം മാറ്റാൻ. അങ്ങനെ ഒരിക്കലും പ്രസൻസ് വരത്തില്ല. പ്രസൻസ് വരുന്നത് നിങ്ങളിൽ കൂടി മറ്റുള്ളവരുടെ ഭാരങ്ങളെ മാറ്റാൻ. ആമേൻ. അടുത്തത്, the persecution did not eliminate presence did not eliminate persecution, but made persecution a part of evangelism. See, ദൈവത്തിന്റെ സാന്നിധ്യം ആ ശിഷ്യന്മാരുടെ ഇടയിൽ വന്നപ്പോൾ അവർക്കുണ്ടായത് എന്തുവാ? പെർസിക്യൂഷൻ, പീഡനങ്ങളാണ് ഉണ്ടായത്. പീഡനങ്ങൾ ഉണ്ടായിട്ട് ഇവരെല്ലാം അങ്ങ് ചെതറി. നമുക്കറിയാമല്ലോ, 12 ശിഷ്യന്മാരെ മൊത്തം പഠിച്ചു. നമ്മളിങ്ങനെ പറയാറുണ്ട്, യോഹന്നാൻ മാത്രമേ ഉള്ളൂ നാച്ചുറൽ ഡെത്ത് മരിച്ചത്. ബാക്കി 11 പേരെയും കൊല ചെയ്യുവായിരുന്നു അല്ലെ? പത്രോസിനെ അപ്സൈഡ് ഡൗൺ ക്രോസിൽ, ആൻഡ്രൂസിനെ എക്സ് ക്രോസിൽ, ജെയിംസിനെ ബീഹെഡ് ചെയ്യുമായിരുന്നു അഗ്രിപ്പ കിങ്. അതുപോലെ തന്നെ ഫിലിപ്പ് ഹാങ്ങിങ്, ടർക്കിയിൽ അവനെ ഹാങ് ചെയ്യുമായിരുന്നു ഫിലിപ്പിനെ. ബർത്തലിമേഴ്സിനെ നൈഫും കൊണ്ട് കുത്തി, കത്തിയും കൊണ്ട് കുത്തി അർമേനിയയിൽ കൊല്ലുമായിരുന്നു. മാത്യു എത്യോപ്യയിൽ മാർട്ടിർ ആകുമായിരുന്നു. തോമസ് ഇന്ത്യയിൽ മാർട്ടിർ ആകുമായിരുന്നു. ജെയിംസ്, ആൽഫ്യൂസിന്റെ മകൻ, ഈജിപ്തിൽ ജെയിംസിനെ കൊല്ലുമായിരുന്നു, പീസായിട്ട് മാറ്റി. അതുപോലെ തന്നെ സൈമൺ ദ സെലറ്റിനെ പേർഷ്യയിൽ കൊല്ലുമായിരുന്നു. ഈ ജോൺ അപ്പോസ്തലൻ യോഹന്നാനെ കുറിച്ച് നമ്മൾ പറയുന്നു, എഫെസസിൽ വന്ന് സിമ്പിൾ മരണം മരിച്ചത്. പക്ഷേ ആ മരണം മരിക്കുന്ന മുമ്പേ പുള്ളി എത്ര വലിയ മരണങ്ങളാണ് മരിച്ചത്. പെർസിക്യൂഷൻ. ദൈവമക്കളെ, ദൈവഭാഗത്തിൽ വന്നതും കൊണ്ടും കർത്താവിന്റെ രാജ്യത്തിന്റെ പ്രസൻസ് അനുഭവിക്കുന്നതും കൊണ്ടും നമ്മൾക്ക് ഇങ്ങനെ പറയാറുണ്ട്. എനിക്ക് ഈ നമ്മുടെ ചില വേദപുസ്തകം അടിസ്ഥാനമില്ലാത്ത ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിലും വിളിച്ചു പറയാറുണ്ട്. ചിലർക്ക് പറഞ്ഞു, നല്ല അന്ത്യം പ്രാപിച്ചു കേട്ടോ ആ മനുഷ്യൻ, എന്ത് നല്ല അന്ത്യമായിരുന്നു, എന്ത് നല്ല അന്ത്യമായിരുന്നു. അപ്പോസ്തലന്മാർക്ക് ഇല്ലാത്ത അന്ത്യം ഏത് അന്ത്യമാണ് നല്ല അന്ത്യം? ദൈവമക്കളെ, ഞങ്ങളവിടെ പോയി കേട്ടോ, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ചിരിച്ചോണ്ട് ആ പ്രാണൻ പോയി കേട്ടോ. കഷ്ടപ്പെട്ടേ ഇല്ല. ദൈവമക്കളെ, വേദപുസ്തകം പഠിച്ചാൽ കഷ്ടപ്പെടാത്ത വ്യക്തികളില്ല. കർത്താവിനെ അനുഗമിച്ചവരെല്ലാം കഷ്ടപ്പെടും. ചിലർ പറയും, അവന്റെ മരണം ഒരു ദുരന്തമായിരുന്നു. ദൈവമക്കളെ, വേദപുസ്തക പ്രകാരം ഒരു നല്ല മരണമോ ദുരന്ത മരണമോ ഇല്ല. ഒറ്റ മരണമേ ഉള്ളൂ. ഇനിയും ക്രിസ്തുവിൽ ഉള്ളവർ മരിച്ചാൽ ഭാഗ്യവാന്മാർ, അത്രേ ഉള്ളൂ. അതിനകത്ത് നേരെ കടന്ന് മരിച്ചാലും, വെള്ളത്തിൽ പോയി മരിച്ചാലും, ഇനി കത്തി മരിച്ചാലും, കൊന്നാലും ആ മരണം ദുരൂഹ മരണം ഒന്നുമില്ല. ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ദൈവ പൈതലെ, ഇന്ന് നോർത്ത് ഇന്ത്യയിൽ അനേക ദൈവദാസന്മാരെ കത്തിച്ച് കളഞ്ഞു. കഴിഞ്ഞ ചില 6 മാസങ്ങൾ മുമ്പേ ഒക്കെ വരെ, ഈ കോവിഡ് വരുന്ന മുമ്പേ ഒക്കെ കത്തിച്ച് കളയുമായിരുന്നു. ഒറ്റ
ഒറ്റ ശവം കിട്ടിയിട്ടില്ല. ചിലരൊക്കെ ബീഹഡ് ചെയ്തു, ചിലർക്കൊക്കെ കല്ലും കൊണ്ട് മോഹം ഇടിച്ചിടിച്ചിട്ട് അവരെ ഷേപ്പ് മാറ്റി. ഈ ദൈവദാസന്മാരുടെ മരണങ്ങളെല്ലാം എന്തോ കഷ്ടമുള്ള മരണങ്ങളായിരുന്നു. ദൈവമക്കളെ, ഒരിക്കൽ വിശ്വാസികളെയും അത് പറയല്ലേ. വിശ്വാസികൾ ഈ നല്ല മരണവും തിന്മയായ മരണവും ഒന്നും പറയല്ലേ. ദൈവത്തെ കണ്ടവർ, ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചവർ കഷ്ടത അനുഭവിക്കും. കഷ്ടത നമ്മുടെ ഭാഗമാണ്. അതിന്റെ മധ്യത്തിൽ നടത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യമാണെന്ന് മനസ്സിലാക്കി ഒന്ന് ദൈവത്തെ സ്തോത്രം ചെയ്തു ദൈവമക്കളെ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നമ്മളൊക്കെ അങ്ങനെ നമ്മൾ അറിയാതെ പോലും നമ്മൾ നാവും കൊണ്ട് പറയുമ്പോൾ നമ്മുടെ അപ്പോസ്തലന്മാരുടെ മരണങ്ങളെല്ലാം ദുരൂഹ മരണങ്ങളായി മാറും, എല്ലാം കഷ്ട മരണങ്ങളായി മാറും. ദൈവമക്കളെ, ഒറ്റ വാക്യമുള്ളൂ, ബ്ലെസ്സഡ് ആർ ദോസ് ഹു ഡൈ ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ മരിക്കുന്നവരെല്ലാം ഭാഗ്യന്മാർ. അപ്പോൾ ദൈവത്തിന്റെ പ്രസൻസിൽ പെർസിക്യൂഷൻ വന്നു. പക്ഷെ പെർസിക്യൂഷൻ വന്നത് കൊണ്ട് എന്തോ സംഭവിച്ചു? ഇന്ത്യയിൽ സുവിശേഷം എത്തി, അർമേനിയയിൽ സുവിശേഷം എത്തി, പേർഷ്യയിൽ സുവിശേഷം എത്തി, ഈജിപ്തിൽ സുവിശേഷം എത്തി, അമേരിക്കയിൽ സുവിശേഷം എത്തി, ലോകം മൊത്തം സുവിശേഷം എത്തി. അവിടെയാ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുന്നത്. ശ്രദ്ധിച്ച ഒരു കാര്യം, 7ാമത്തെ കാര്യം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ പോവാ. ദൈവ സാന്നിധ്യം മരണത്തെ മാറ്റിയിട്ടില്ല, പക്ഷെ മരണത്തെ നിത്യജീവന്റെ വഴിയാക്കി മാറ്റി. ദൈവ സാന്നിധ്യം വന്നതുകൊണ്ട് മരണം മാറിപ്പോയില്ല, പക്ഷെ മരണത്തെ ഒരു വാതിലാക്കി ദൈവം എന്തിനറിയാം? നിത്യജീവന്റെ വാതിലാക്കി മാറ്റി. ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ചിലരോട് ദൂത് വിളിച്ചു പറയുക, ദൈവത്തിന്റെ സാന്നിധ്യം വരുമ്പോൾ ചെങ്കടൽ മാറുകയല്ല, ചെങ്കടലിനകത്ത് വഴി ഒരുക്കുകയാണ്. ചെങ്കടൽ മാറിപ്പോകത്തില്ല, യോർദാൻ മാറിപ്പോകത്തില്ല, യോർദാന്റെ അകത്തൊരു വഴി ഒരുക്കുക. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം വരുമ്പോൾ തീ മാറിപ്പോകുകയില്ല, തീനകത്തും കവറിങ് തന്ന് നിന്നെ ഒളിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. അതാ ദൈവം നൽകി തന്നത്. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം വരുമ്പോൾ സിംഹങ്ങൾ മാറിപ്പോകുകയില്ല, പക്ഷെ സിംഹങ്ങളുടെ മുഖങ്ങളെ അടയ്ക്കുവാൻ ദൈവ സാന്നിധ്യത്തിന് പറ്റും. ദൈവ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ നമ്മുടെ വിശപ്പ് ഉണ്ടാകാൻ ഇല്ലെന്നല്ല, വിശപ്പിന്റെ മധ്യത്തിലും ഹല്ലേലൂയ പകൽ പറക്കുന്ന ദൈവത്തിന്റെ പക്ഷികളുണ്ടല്ലോ, ഹല്ലേലൂയ, ആ കാക്കകൾ, ദൈവം തന്റെ കാക്കകളെ അയച്ച് നമുക്ക് ആഹാരം നൽകി തരുവാൻ ശക്തനായ ദൈവമായ. ഹല്ലേലൂയ. വിഷമങ്ങളും ഭാരങ്ങളുടെ മധ്യത്തിൽ വഴിയൊരുക്കുന്ന ഒരു സ്വർഗമാ. വിഷമങ്ങളും ഭാരങ്ങളും മാറത്തില്ല, അതിന്റെ മധ്യത്തിൽ വഴിയൊരുക്കുന്ന ഒരു സ്വർഗമാ. ഇന്ന് അങ്ങനെ ഒരു ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ, എനിക്ക് അത് മതി എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരങ്ങൾ ഉയർത്തുന്ന ദൈവത്തെ സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ഇങ്ങനത്തെ ഒരു ദൈവ സാന്നിധ്യം എനിക്ക് വേണ്ടിയത്. എന്നെ ഒരു ആളുമാറി ഹീമാൻ ആക്കുന്ന, സ്പൈഡർമാൻ ആക്കുന്ന, ഉട്ടോപ്യ വേൾഡിലെ ഒരു വ്യക്തിയാക്കി മാറ്റുന്നതല്ല ദൈവ സാന്നിധ്യം. പക്ഷെ എന്റെ തകർച്ചയുടെ മധ്യത്തിൽ, എന്റെ വേദനയുടെ മധ്യത്തിൽ എന്നെ കരം പിടിച്ച് നടത്തുവാൻ എന്റെ ദൈവം ശക്തനായ ദൈവമാ. ഇന്ന് വിശ്വസിക്കുന്ന എല്ലാ ദൈവമക്കളും അല്പം നമ്മ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്തേ. ക്രോണോളജി നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ക്രോണോളജി ഓഫ് ദ ലോർഡ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, കെമിസ്ട്രി നമ്മൾ വിശ്വസിക്കണം. ആദ്യ നൂറ്റാണ്ടിലെ സഭയിൽ നടന്ന കെമിസ്ട്രി ഇന്നും നടന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. പൗലോസ് പറയുന്ന പോലെ, പൗലോസിന്റെ ഒരു നീണ്ട പട്ടികയുണ്ട് താൻ കഷ്ടം അനുഭവിച്ചത്. അതിന്റെ മധ്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, I can do all things through him who strengthens me. Hallelujah. ദൈവമക്കളെ, റെവലേഷനകത്ത് വായിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, blessed and holy is the one who shares in the first resurrection. നമ്മുടെ ഒന്നാം മരണം കഴിഞ്ഞിട്ട് രണ്ടാം മരണം ഇല്ല. രണ്ടാം മരണത്തെ എറ്റേർണിറ്റി ആക്കി മാറ്റിയ ദൈവം ഇന്ന് രാത്രിയിൽ ചിലരോട് പറയുക, വിഷമിക്കണ്ട, ഭാരപ്പെടണ്ട, വിശ്വാസം പോയി പോകാതിരിക്കാൻ നീ സൂക്ഷിക്കുക, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. നിന്നെ അവസാനത്തോളം നയിക്കുവാൻ ശക്തനായ ഒരു ദൈവമുണ്ട്. നിന്നെ വിളിച്ചവൻ വിശ്വസ്തൻ, അന്ത്യം വരെ നിന്നെ നടത്തുവാൻ ശക്തനായ ദൈവമാ. അവൻ നിന്റെ ഉപനിധിയാ. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു നിമിഷം അക്കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അല്പനേരം ദൈവത്തെ സ്തോത്രം, എല്ലാ ദൈവമക്കളും അല്പനേരം ദൈവത്തെ സ്തോത്രം ചെയ്തു. ഗ്ലോറി ടു ഗോഡ്. എന്നോടൊപ്പം ഹല്ലേലൂയ സമർപ്പിക്കാൻ തയ്യാറുള്ള ദൈവമക്കളെ, കർത്താവേ, എനിക്ക് ഈ പ്രസൻസ് മതി. യുവർ പ്രസൻസ് ലോർഡ്, യുവർ പ്രസൻസ്. നമ്മൾ പാട്ടുകൾ പാടുക മാത്രമല്ല, ഐ നീഡ് ദിസ് പ്രസൻസ്, ഐ നീഡ് ദിസ് പ്രസൻസ്. എന്തിനേയും അതിജീവിക്കുന്ന പ്രസൻസ്, എന്തിനേയും അതിജീവിക്കുന്ന ഒരു പ്രസൻസ്, ആ പ്രസൻസ് എനിക്ക് വേണം. അതാ ഒറിജിനൽ പ്രസൻസ്. ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസിനകത്ത് ഇറങ്ങിയ ഒറിജിനൽ പ്രസൻസ് എനിക്കത് ഇന്ന് അനുഭവിക്കണം എന്ന് പറഞ്ഞിട്ട് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ, ഹല്ലേലൂയ, ആ പ്രസൻസ് സീക്ക് ചെയ്യുന്നവർക്ക് അവനത് നൽകി കൊടുക്കുകയെ തന്നെ ചെയ്യും. ഇന്ന് രാത്രി കർത്താവിന്റെ ആത്മാവ് ഈ വചനത്തിൽ കൂടി നിങ്ങൾ എല്ലാവരെയും അതിനുവേണ്ടി സഹായിക്കട്ടെ. ഒരു വാക്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ.
ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥനാം പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടി ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിലേക്ക് കടന്നിടുന്നു. ഇന്ന് രാത്രിയിൽ ദൈവവചനത്തിൽ നിന്ന് അങ്ങ് കേൾപ്പിച്ച ഓരോ വാക്കുകൾക്കായി സ്തോത്രം. ഞങ്ങളെ തന്നെ പൂർണ്ണമായി തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വിഷമിക്കുന്നവരുണ്ട്, ഭാരപ്പെടുന്നവരുണ്ട്, വേദനിക്കുന്നവരുണ്ട്. കർത്താവെ, ഞങ്ങൾ ക്രോണോളജിയിൽ കേട്ട ദൂത് പോലെ, കെമിസ്ട്രിയിൽ കേട്ട ദൂത് പോലെ ഇന്ന് രാത്രി നിന്റെ ജനത്തിന് വേണ്ടി സംഭവിക്കട്ടെ. നിന്റെ പ്രസൻസ് ഈ കുടുംബങ്ങളുടെ ഉള്ളിൽ ഇറങ്ങി വരട്ടെ. ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഇറങ്ങി വരട്ടെ. വ്യക്തികൾക്ക് ഇറങ്ങി വരട്ടെ. അവരെ ജോലി സ്ഥലത്ത് ഇറങ്ങി വരട്ടെ. അവരെ കഷ്ടതയുടെ മധ്യത്തിൽ ഇറങ്ങി വരട്ടെ. ശൂന്യതകളുടെ മധ്യത്തിൽ ഇറങ്ങി വരട്ടെ. രോഗക്കിടക്കയിൽ ഇറങ്ങി വരട്ടെ. മരണക്കിടക്കയിൽ ഇറങ്ങി വരട്ടെ. ശുശ്രൂഷ മണ്ഡലത്തിൽ ഇറങ്ങി വരട്ടെ. അത് ഞങ്ങളുടെ ജീവിതത്തിൽ സമൂലമായി ചേഞ്ച് കൊണ്ടുവരുവാൻ ശക്തനായ ദൈവമാകിയാൽ അത് ഇറങ്ങി വന്ന് ദൈവം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. ഇന്ന് രാത്രി ഈ ജനത്തെ ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് കർത്താവ് നിറയ്ക്കുന്നതിനായി സ്തോത്രം. സകലം തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവ് ഒരുമിച്ച്